ഹായ്, ഞാൻ അൻഫാസ് അഹമ്മദ്. എല്ലാവർക്കും പുതിയൊരു ക്ലാസ്സിലേക്ക് സ്വാഗതം. അപ്പോൾ നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെട്ട പവർ ക്യാപ്സ്യൂളിൻ്റെ അടുത്ത ക്ലാസ്സിലേക്ക് നമ്മൾ കിടക്കുകയാണ്. പവർ ക്യാപ്സ്യൂൾ നിങ്ങൾക്കൊക്കെ ഉപകരിക്കുന്നുണ്ട് എന്ന് ഈ അടുത്താണ് ഞാൻ അറിഞ്ഞത്. പലരുടെയും മെസ്സേജുകൾ വന്നിട്ടും അതുപോലെ തന്നെ മറ്റേതൊരു വീഡിയോ ഇട്ടാലും അതിൻ്റെയൊക്കെ താഴെ കമൻറ്റ് വരുന്നുണ്ട്, സാറേ പവർ ക്യാപ്സ്യൂളിൻ്റെ ക്ലാസ് നിർത്തരുത്, അപ്പോൾ നിങ്ങൾക്കൊക്കെ ഉപകരിക്കുന്നുണ്ട് എന്നറിഞ്ഞതിൽ ഒരുപാട് സന്തോഷം. അതെന്നെ അറിയിക്കാൻ നിങ്ങൾ മനസ്സ് കാട്ടിയതിൽ അതിലേറെ സന്തോഷം. എന്തായാലും നിങ്ങൾക്ക് ഉപകരിക്കുന്നുണ്ട് എന്നറിഞ്ഞിട്ടുണ്ടെങ്കിൽ പിന്നെ ഞാൻ നിർത്തില്ലല്ലോ. പിന്നെ അത്രയും എന്നെ കൊണ്ട് പറ്റുന്ന അത്രയും ഞാൻ തീർച്ചയായിട്ടും കണ്ടിന്യൂ ചെയ്യും. എക്സാം വരെ എന്തായാലും നമ്മളിത് കണ്ടിന്യൂ ചെയ്തു പോകും. ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരുപാട് ടോപ്പിക്സ് നമ്മൾ ഇതുപോലെ തന്നെ ഇഷ്ടപ്പെട്ട് തന്നെ കവർ ചെയ്തു പോകും. അപ്പോൾ നിങ്ങൾക്ക് യൂസ്ഫുൾ ആവുന്നുണ്ട് എന്നറിഞ്ഞതിൽ ഒരിക്കൽ കൂടെ ഒരുപാട് സന്തോഷം ഞാൻ അറിയിക്കുകയാണ്. പിന്നെ അതുപോലെ തന്നെ നിങ്ങളുടെ ഫ്രണ്ട്സിന് ഇത് യൂസ്ഫുൾ ആവും എന്നുണ്ടെങ്കിൽ, PSC പഠിക്കുന്ന നിങ്ങൾക്ക് ഫ്രണ്ട്സ് ഉണ്ടെങ്കിൽ അവർക്ക് ഇത് യൂസ്ഫുൾ ആവും എന്ന് നിങ്ങൾക്ക് തോന്നുകയാണെങ്കിൽ തീർച്ചയായിട്ടും ഷെയർ ചെയ്ത് കൊടുക്കുക. പിന്നെ നമ്മുടെ ഇതിന് മുമ്പെടുത്ത ക്ലാസ്സസ് കാണാത്ത ആരെങ്കിലും പുതിയതായിട്ട് ഈ ക്ലാസ് കാണുന്നുണ്ടെങ്കിൽ പവർ ക്യാപ്സ്യൂളിൻ്റെ മുമ്പത്തെ ക്ലാസ്സസ് നിങ്ങൾ കണ്ടിട്ടില്ലെങ്കിൽ പവർ ക്യാപ്സ്യൂൾ എന്നൊരു പ്ലേലിസ്റ്റ് നമ്മൾ ക്രിയേറ്റ് ചെയ്തിട്ടുണ്ട്. അതിൽ ഓരോ ക്ലാസ്സസും കൊടുത്തിട്ടുണ്ട്. തീർച്ചയായിട്ടും നിങ്ങൾക്ക് നല്ല രീതിയിൽ തന്നെ യൂസ്ഫുൾ ആവും. ഓരോന്നും നല്ല ഇഷ്ടപ്പെട്ട് തന്നെ നിങ്ങൾക്ക് പഠിക്കാൻ സാധിക്കും. അപ്പോൾ പറ്റുന്ന അത്രയും ക്ലാസ്സസ് വേഗം കണ്ടു തീർക്കുക. ഇനി ഇതിൻ്റെ കൂടെ തന്നെ കണ്ടിന്യൂ ചെയ്തു പോവുക. ഇത് മാത്രം പഠിക്കുകയല്ല, കൂടുതൽ കാര്യങ്ങൾ പഠിക്കുക. ബാച്ചിലുള്ള ആളുകൾക്ക് വേണ്ട കാര്യങ്ങൾ അവിടെ കിട്ടുന്നുണ്ട്. ബാച്ചിൽ ജോയിൻ ചെയ്യാൻ താല്പര്യമുള്ളവരെ താഴെ കൊടുത്തിരിക്കുന്ന നമ്പറിൽ മെസ്സേജ് അയച്ച് എത്രയും പെട്ടെന്ന് തന്നെ ജോയിൻ ചെയ്യുക. അല്ലാത്തവരാണെങ്കിൽ നിങ്ങൾ പഠിക്കുന്ന രീതിയിൽ ഇത് മാത്രം കണ്ടിന്യൂ ചെയ്ത് പോരുത്. കൂടുതൽ കാര്യങ്ങൾ എപ്പോഴും പഠിച്ചുകൊണ്ടേയിരിക്കുക. എത്രത്തോളം നിങ്ങൾക്ക് കുറച്ച് സമയത്താണെങ്കിലും എത്രത്തോളം കാര്യങ്ങൾ നിങ്ങൾക്ക് പഠിക്കാൻ കഴിയുന്നോ അത്രയും കാര്യങ്ങൾ പഠിച്ച് തന്നെ പോവുക. പിന്നെ റിവിഷൻ്റെ കാര്യമൊക്കെ ഞാൻ എല്ലാ ഇതിലും പറയുന്നതാണ്. എല്ലാ ക്ലാസ്സിൻ്റെയും തുടക്കത്തിൽ ഞാൻ പറയും നിങ്ങൾ പറ്റുന്ന അത്രയും റിവിഷൻ ചെയ്യണമെന്ന്. ഇനി ഞാൻ പറ്റുന്ന അത്രയും, നമ്മൾ ക്ലാസ്സിൽ നിന്ന് തന്നെ പലതും റിവിഷൻ ചെയ്യാറുണ്ട്. ഇനി മുതലുള്ള പവർ ക്യാപ്സ്യൂളിൻ്റെ ക്ലാസ്സുകളിൽ ഞാൻ പറ്റുന്ന അത്രയും നമ്മൾ എന്തൊക്കെയാണോ പഠിക്കുന്നത് അതുമായി ബന്ധപ്പെട്ട് നമ്മൾ മുമ്പ് പഠിച്ച എന്തൊക്കെ റിവിഷൻ ചെയ്യാൻ പറ്റുമോ അതൊക്കെ നമുക്ക് ഇങ്ങനെ റിവിഷൻ ചെയ്ത് പോകട്ടോ. അതും നല്ലൊരു മെത്തേഡ് ആകുമല്ലോ. അപ്പോൾ ഞാൻ പറ്റുന്ന അത്രയും നിങ്ങൾക്ക് റിവിഷൻ ചെയ്ത് തരാം. നിങ്ങളും റിവിഷൻ മുടക്കരുത്. നിങ്ങൾക്ക് ചെയ്യേണ്ട റിവിഷൻ നിങ്ങളും ചെയ്യുക. അപ്പോൾ അധികമൊന്നും പറയാം, നമുക്ക് നേരെ നമ്മുടെ ക്ലാസ്സിലേക്ക് കിടക്കാം. ക്ലാസ് നിങ്ങൾക്ക് ഉപകാരപ്പെട്ടെങ്കിൽ, അറിയാലോ, നിങ്ങൾക്ക് ഉപകാരപ്പെട്ടെങ്കിൽ, നിങ്ങൾക്ക് ഇഷ്ടമായെങ്കിൽ നിങ്ങളുടെ അഭിപ്രായങ്ങൾ എന്നെ അറിയിക്കും എന്ന് ഞാൻ വിശ്വസിക്കുന്നു. അപ്പോൾ അധികമൊന്നും പറയാതെ നമുക്ക് നേരെ നമ്മുടെ ക്ലാസ്സിലേക്ക് കിടക്കാം. അപ്പോൾ നമുക്ക് നോക്കാം. ആദ്യം നമുക്ക് പഠിക്കാനുള്ളത് അപര്യാപ്തത രോഗങ്ങളാണ്. നമ്മൾ വിറ്റാമിൻസിനെ കുറിച്ചിട്ടൊക്കെ പഠിച്ചിട്ടുണ്ടല്ലേ, അതും നമുക്ക് ഇതിന്റെ കൂടെ തന്നെ റിവിഷൻ ചെയ്ത് പോകാം കേട്ടോ. ആദ്യം വിറ്റാമിൻ എയുടെ അപര്യാപ്തത മൂലം A1 A2 എന്ന് പഠിക്കണ്ട. നമ്മൾ അത് പഠിക്കാറുള്ളത് B1 B2 B3 B4 ഇല്ല B5 അങ്ങനെയൊക്കെയാണ് നമ്മൾ പഠിക്കാറുള്ളത്. എയില് A1 A2 എന്നൊന്നും പഠിക്കണ്ട. ജസ്റ്റ് ഒന്ന് നോക്കി വെക്കുക. എയുടെ അപര്യാപ്തത മൂലം എന്ന് പഠിച്ചു വെക്കുക. ഏതൊക്കെയാണ്? ഒന്ന് മാലക്കണ്ണ് അല്ലെങ്കിൽ നിശാന്തത, പിന്നെ ഒന്ന് സിറോഫ്താൽമിയ. അപ്പൊ വിറ്റാമിൻ എയുടെ അപര്യാപ്തത മൂലം ഉണ്ടാകുന്ന രോഗം ഏതൊക്കെയാണ്? സിറോഫ്താൽമിയ, നിശാന്തത എന്നിവ. രണ്ടും ഏതിനെ ബാധിക്കുന്ന രോഗമാണ്? കണ്ണിനെ ബാധിക്കുന്ന രോഗമാണ്. കണ്ണ്, ഓക്കെ, കണ്ണിനെ ബാധിക്കുന്ന രോഗമാണ് സിറോഫ്താൽമിയ, നിശാന്തത എന്നിവ. അപ്പൊ കണ്ണിന് ആവശ്യമായ വിറ്റാമിൻ ആണ് ഏത്? വിറ്റാമിൻ എ. അപ്പൊ കണ്ണിലെ ഒരു ഭാഗമാണ് അല്ലെ ഏത്? കണ്ണിലെ ഒരു ഭാഗമാണ് റെറ്റിന. അതുമായിട്ട് കണക്ട് ചെയ്താൽ നമുക്ക് എന്ത് കിട്ടും? വിറ്റാമിൻ എയുടെ രാസനാമം എന്താന്ന് ചോദിച്ചാൽ നമ്മൾ പഠിച്ചിട്ടുണ്ട്. അത് റെറ്റിനോൾ എന്നാണ്. വിറ്റാമിൻ എയുടെ രാസനാമമാണ് റെറ്റിനോൾ. വിറ്റാമിൻ എയുടെ രാസനാമമാണ് റെറ്റിനോൾ. വിറ്റാമിൻ എയുടെ അപര്യാപ്തത മൂലമുണ്ടാകുന്ന രോഗമാണ് സിറോഫ്താൽമിയ, നിശാന്തത എന്നിവ അല്ലെ. സിറോഫ്താൽമിയ, നിശാന്തത എന്നീ രോഗങ്ങൾക്ക് കാരണം വിറ്റാമിൻ എയുടെ അപര്യാപ്തതയാണ്. വിറ്റാമിൻ എയുടെ രാസനാമം മറക്കരുത്, റെറ്റിനോൾ എന്നാണ്. റെറ്റിനോൾ എന്നാണ് വിറ്റാമിൻ എയുടെ രാസനാമം. കണ്ണിന് ആവശ്യമായ വിറ്റാമിൻ ആണ് വിറ്റാമിൻ എ. അത് ഓർത്തു വെക്കാനും ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു. വിറ്റാമിൻ എ ഇല്ലെങ്കിൽ നമ്മൾ എന്താവും? അന്ധനാവും. അപ്പോൾ വിറ്റാമിൻ എ ഫോർ അന്ധൻ, ഇങ്ങനെ ആലോചിച്ചാൽ മതി കേട്ടോ. വിറ്റാമിൻ എ ആണ് കണ്ണിന് ആവശ്യം എന്ന് അറിയാൻ വേണ്ടിയിട്ട് A ഫോർ അന്ധൻ എന്നാലോചിക്കുക. ഓക്കെ, അപ്പൊ വിറ്റാമിൻ എ ആണ് കണ്ണിന് ആവശ്യമായ വിറ്റാമിൻ. വിറ്റാമിൻ എയുടെ രാസനാമം എന്താണ്? റെറ്റിനോൾ. എന്തിൽ നിന്നൊക്കെയാണ് വിറ്റാമിൻ എ ലഭിക്കുക എന്ന് ചോദ്യം വന്നാലോ? ക്യാരറ്റ്, ഇലക്കറികൾ, പാല്, മുട്ട, ഗോൾഡൻ റൈസ് എന്നിവയിൽ നിന്നൊക്കെ ലഭിക്കുന്ന വിറ്റാമിനാണ് വിറ്റാമിൻ എ. ഒരു വട്ടം കൂടെ, ക്യാരറ്റ്, ഇലക്കറികൾ, പാല്, മുട്ട, ഗോൾഡൻ റൈസ് എന്നിവയിൽ നിന്നൊക്കെ ലഭിക്കുന്ന വിറ്റാമിനാണ് വിറ്റാമിൻ എ. ഈ വിറ്റാമിൻ എയുടെ അപര്യാപ്തത മൂലം അല്ലെങ്കിൽ ഈ വിറ്റാമിൻ എ കുറഞ്ഞു കഴിഞ്ഞാൽ ഉണ്ടാവുന്ന രോഗമാണ് സിറോഫ്താൽമിയ, നിശാന്തത എന്നീ രോഗങ്ങൾ. സിറോഫ്താൽമിയ, നിശാന്തത അല്ലെങ്കിൽ മാലക്കണ്ണ് അല്ലെ. സിറോഫ്താൽമിയ, നിശാന്തത അല്ലെങ്കിൽ മാലക്കണ്ണ് എന്നീ രോഗങ്ങൾ ഏതാണ്? വിറ്റാമിൻ എയുടെ അപര്യാപ്തത മൂലം. ഇനി വിറ്റാമിൻ B1 അല്ലെങ്കിൽ വിറ്റാമിൻ ബി. വിറ്റാമിൻ ബി എന്ന് മാത്രം തന്നാലും വിറ്റാമിൻ B1 എന്ന് തന്നാലും രണ്ടും ഒന്നാണ് കേട്ടോ. അപ്പൊ വിറ്റാമിൻ ബിയുടെ അപര്യാപ്തത മൂലം ഉണ്ടാവുന്നതാണ് ബെറിബെറി. ബെറിബെറിയാണ് വിറ്റാമിൻ ബിയുടെ അപര്യാപ്തത മൂലം ഉണ്ടാവുന്ന രോഗം അല്ലെ. വിറ്റാമിൻ ബിയുടെ അപര്യാപ്തത മൂലം ഉണ്ടാവുന്ന രോഗമാണ് ബെറിബെറി. വിറ്റാമിൻ ബിയുടെ രാസനാമം ചോദിച്ചാൽ എന്താണ്? തയാമിൻ. ഓക്കെ, തയാമിൻ ആണ് വിറ്റാമിൻ ബിയുടെ രാസനാമം. എന്താണ്? തയാമിൻ എന്നാണ് വിറ്റാമിൻ ബിയുടെ രാസനാമം. ആദ്യം നമ്മൾ പഠിച്ചു വിറ്റാമിൻ എയുടെ രാസനാമം എന്താണ്? റെറ്റിനോൾ എന്താണ്? വിറ്റാമിൻ എയുടെ രാസനാമമാണ് റെറ്റിനോൾ. ഓക്കെ,
ഇനി അയഡിന്റെ അപര്യാപ്തത മൂലം ഉണ്ടാകുന്നതാണ് ഗോയിറ്റർ. എന്താണ്? അയഡിന്റെ അപര്യാപ്തത മൂലം ഉണ്ടാകുന്ന രോഗമാണ് ഗോയിറ്റർ. പഠിച്ചു വെക്കണം. അയഡിന്റെ അപര്യാപ്തത മൂലം ഉണ്ടാകുന്ന രോഗമാണ് ഗോയിറ്റർ. അപ്പൊ വിറ്റാമിൻ ബിയുടെ ബെറിബറി, അപ്പൊ ബി ബ ബെറിബറി അങ്ങനെ ആലോചിച്ചാൽ മതി. വിറ്റാമിൻ B1 എന്ന് പറഞ്ഞാലും ബി എന്ന് പറഞ്ഞാലും ഒന്നാണ്. അപ്പൊ ബി ഫോർ ബെറിബറി. ഓക്കെ, രണ്ട് ബായാണ്. അപ്പൊ ബി ബെറിബറി. ഓക്കെ, അപ്പൊ വിറ്റാമിൻ ബിയുടെ അപര്യാപ്തത മൂലം ഉണ്ടാകുന്ന രോഗം ബെറിബറിയാണ്. വിറ്റാമിൻ എയുടെ അപര്യാപ്തത മൂലം ഉണ്ടാകുന്ന രോഗം ഏതൊക്കെയാണ്? സിറോഫ്താൽമിയ, നിശാന്തത അല്ലെങ്കിൽ മാലക്കണ്ണ് എന്നിവയാണ് അല്ലെ. വിറ്റാമിൻ എയുടെ രാസനാമം എന്താണ്? റെറ്റിനോൾ. വിറ്റാമിൻ എ എന്തിൽ നിന്നൊക്കെയാണ് ലഭിക്കുന്നത്? ക്യാരറ്റ്, ഇലക്കറികൾ, പാല്, മുട്ട, ഗോൾഡൻ റൈസ് എന്നിവയിൽ നിന്നൊക്കെ ലഭിക്കുന്നു. വിറ്റാമിൻ ബി എന്തിൽ നിന്നാണ് ലഭിക്കുന്നത്? തവിടിൽ നിന്നും ലഭിക്കുന്നത് വിറ്റാമിൻ ബി ആണ് അല്ലെ. തവിടിൽ നിന്നും ലഭിക്കുന്ന വിറ്റാമിൻ ആണ് വിറ്റാമിൻ ബി. ഓക്കെ, അപ്പോൾ അയഡിന്റെ അപര്യാപ്തത മൂലം ഉണ്ടാകുന്ന രോഗമാണ് ഗോയിറ്റർ. അയഡിന്റെ അപര്യാപ്തത മൂലം ഉണ്ടാകുന്ന രോഗം എന്താണ്? ഗോയിറ്റർ ആണ്. അയഡിന്റെ അപര്യാപ്തത മൂലം ഉണ്ടാകുന്ന രോഗം. അയഡിന്റെ അപര്യാപ്തത മൂലം. ഇനി അടുത്തതാണ് വിറ്റാമിൻ B3. ഇങ്ങനെ നോക്കിയാൽ മതി കേട്ടോ. പെലഗ്ര. വിറ്റാമിൻ B3യുടെ അപര്യാപ്തത, അതായത് 3 അക്ഷരങ്ങളുള്ളത്. പെലഗ്ര. ഓക്കെ, ഇനി ആ 3 വെച്ചിട്ട് തന്നെ വേറൊന്നും കണക്ട് ചെയ്യുക. ഇതിന്റെ രാസനാമം ഈ 3 എന്നത് തിരിച്ചിട്ട ന എന്നാവും അല്ലെ. അപ്പോ നിയാസിൻ എന്നാണ് വിറ്റാമിൻ B3യുടെ രാസനാമം. എന്താണ്? നിയാസിൻ. വിറ്റാമിൻ B3യുടെ രാസനാമം എന്താണ്? നിയാസിൻ എന്നാണ്. ആന്റി പെല്ലഗ്ര എന്നറിയപ്പെടുന്ന വിറ്റാമിൻ ആണ് വിറ്റാമിൻ B3. ഓക്കെ, അപ്പൊ വിറ്റാമിൻ B3യുടെ അപര്യാപ്തത മൂലം ഉണ്ടാകുന്ന രോഗം എന്താണ്? പെലഗ്ര. ആന്റി പെല്ലഗ്ര എന്നറിയപ്പെടുന്ന വിറ്റാമിൻ B3. എന്താണ് രാസനാമം? വിറ്റാമിൻ B3യുടെ രാസനാമം എന്താണ്? B3 എന്നത് തിരിച്ചിട്ട ന എന്നാണ് ആലോചിക്കുക. അപ്പൊ നിയാസിൻ കണക്ട് ചെയ്യണം. നിയാസിൻ വിറ്റാമിൻ B3യുടെ രാസനാമമാണ് നിയാസിൻ. അടുത്തത് വിറ്റാമിൻ B9. വിറ്റാമിൻ B9ന്റെ അപര്യാപ്തത മൂലം ഉണ്ടാകുന്നതാണ് അനീമിയ അല്ലെ. വിറ്റാമിൻ B9ന്റെ അപര്യാപ്തത മൂലമാണ് അനീമിയ ഉണ്ടാകുന്നത്. ഗർഭസ്ത്രീകൾക്ക് അനീമിയ ഒക്കെ ഉണ്ടാകുന്നത് അല്ലെ. ഗർഭസ്ത്രീകൾക്ക് വിളർച്ച ഉണ്ടാകുന്നത് വിറ്റാമിൻ B9ന്റെ അപര്യാപ്തത മൂലമാണ്. ഈ വിറ്റാമിൻ B9ന്റെ രാസനാമം ചോദ്യം വന്നാൽ അതെന്താണ്? ഫോളിക് ആസിഡ് ആണ്. ഫോളിക് ആസിഡ് എന്നാണ് വിറ്റാമിൻ B9ന്റെ രാസനാമം. ഓക്കെ, അപ്പൊ ഗർഭസ്ത്രീകൾക്ക് അനീമിയ ഉണ്ടാകുന്നത് ഏതാണ്? ഗർഭസ്ത്രീകൾക്ക് വിളർച്ച ഉണ്ടാകുന്നത് വിറ്റാമിൻ B9ന്റെ അപര്യാപ്തത മൂലമാണ്. ഇനി ജീവകം സി. വിറ്റാമിൻ സിയുടെ അപര്യാപ്തത മൂലം ഉണ്ടാകുന്ന രോഗമാണ് സ്കർവി. ഈ സ്കർവി ആണ് എന്തറിയപ്പെടുന്നത്? നാവികരുടെ പ്ലേഗ് എന്നറിയപ്പെടുന്ന രോഗം. അപ്പൊ ചോദ്യം വരും, നാവികരുടെ പ്ലേഗ് എന്നറിയപ്പെടുന്ന രോഗം ഏതെന്ന് ചോദ്യം വന്നാൽ അത് വിറ്റാമിൻ സി ആണ്, അല്ലെങ്കിൽ ജീവകം സി ആണ് നാവികരുടെ പ്ലേഗ് എന്നറിയപ്പെടുന്നത്. ഓക്കെ, അപ്പൊ രോഗപ്രതിരോധത്തിന് ആവശ്യമായ വിറ്റാമിൻ ഏതാന്ന് ചോദിച്ചാൽ ഏതാണ്? അത് വിറ്റാമിൻ സി ആണ്. വിറ്റാമിൻ സി ആണ് രോഗപ്രതിരോധത്തിന് ആവശ്യമായ വിറ്റാമിൻ. വിറ്റാമിൻ സിയുടെ രാസനാമം എന്താണ്? വിറ്റാമിൻ സിയുടെ രാസനാമം അത് ഞാൻ കണക്ട് ചെയ്യാൻ പറഞ്ഞുതരാം. സി എന്നത് അങ്ങനെ ഓർത്തു വെക്കുക. ഓക്കെ, ഇതിപ്പോ ഒരു കാന്തം പോലെ ഓർത്തു വെക്കുക. അപ്പൊ ഇത് എന്ത് ചെയ്യാണ്? ഇതിങ്ങനെ വലിച്ചെടുക്കുന്നതിന് അബ്സോർബ് ചെയ്തെടുക്കുക എന്നുള്ളത് ആലോചിക്കുക. അതിനെ അസ്കോർബ് എന്നാക്കുക. മനസ്സിൽ അബ്സോർബിനെ അസ്കോർബ് എന്നാക്കി മാറ്റുക. അസ്കോർബിക് ആസിഡ് എന്നാണ് വിറ്റാമിൻ സിയുടെ രാസനാമം. അസ്കോർബിക് ആസിഡ് എന്നാണ് വിറ്റാമിൻ സിയുടെ രാസനാമം. അപ്പോൾ വിറ്റാമിൻ സി പോലുള്ള കാന്തം അബ്സോർബ് ചെയ്തെടുക്കുന്നത് ആലോചിച്ചാൽ മതി കേട്ടോ. ഓക്കെ, അപ്പോൾ വലിച്ചെടുക്കുക, അബ്സോർബ് ചെയ്തെടുക്കുക, അതിനെ അസ്കോർബ് എന്നാക്കുക. അപ്പൊ അസ്കോർബിക് ആസിഡ് ആണ്. അപ്പൊ വിറ്റാമിൻ സിയുടെ അപര്യാപ്തത മൂലമാണ് സ്കർവി. വിറ്റാമിൻ സിയുടെ അപര്യാപ്തത മൂലം ഉണ്ടാകുന്ന രോഗമാണ് സ്കർവി. നാവികരുടെ പ്ലേഗ് എന്നറിയപ്പെടുന്ന രോഗമാണ് സ്കർവി. ഇനി തൈറോക്സിന്റെ അപര്യാപ്തത മൂലമാണ് ഗോയിറ്റർ. പിന്നെ അയഡിന്റെ അപര്യാപ്തത മൂലം ഉണ്ടാവുന്നതും ഗോയിറ്റർ ആണ്. തൈറോക്സിന്റെ അപര്യാപ്തത മൂലവും അയഡിന്റെ അപര്യാപ്തത മൂലവും ഉണ്ടാവുന്നതാണ് ഗോയിറ്റർ. അപ്പൊ രണ്ടും നമ്മൾ നേരത്തെ പഠിച്ച അയഡിന്റെ അപര്യാപ്തത മൂലവും തൈറോക്സിന്റെ അപര്യാപ്തത മൂലവും എന്തുണ്ടാവുന്നുണ്ട്? ഗോയിറ്റർ ഉണ്ടാവുന്നുണ്ട്. ഓക്കെ, അപ്പൊ ഗോയിറ്റർ അയഡിന്റെ അപര്യാപ്തത മൂലവും തൈറോക്സിന്റെ അപര്യാപ്തത മൂലവും. ജീവകം ഡിയുടെ അപര്യാപ്തത മൂലം ഉണ്ടാവുന്ന രോഗം ഏതാണ്? അത് കണയാണ് അല്ലെ. കണ, റിക്കറ്റ്സ് അഥവാ കണ. റിക്കറ്റ്സ് എന്നും കണ എന്നൊക്കെ അറിവല്ലേ. റിക്കറ്റ്സ് അഥവാ കണ. പിന്നെ ഏതാണ്? പിന്നെ ഒരെണ്ണം കൂടെ ഉണ്ട്. ജീവകം ഡിയുടെ അപര്യാപ്തത മൂലം, വിറ്റാമിൻ ഡിയുടെ അപര്യാപ്തത മൂലം ഉണ്ടാകുന്ന ഒരെണ്ണം കൂടെ ഉണ്ട്. അതാണ് ഒസ്റ്റീഷ്യസ് മലേഷ്യ. ഏതാണ്? ഒസ്റ്റീഷ്യസ് മലേഷ്യ. അതും ഏതിന്റെ അപര്യാപ്തത മൂലമാണ്? ജീവകം ഡിയുടെ അല്ലെങ്കിൽ വിറ്റാമിൻ ഡിയുടെ അപര്യാപ്തത മൂലം ഉണ്ടാകുന്നതാണ് കണ. റിക്കറ്റ്സ് അഥവാ കണ അല്ലെങ്കിൽ ഒസ്റ്റീഷ്യസ് മലേഷ്യ. അതും ഒസ്റ്റീഷ്യസ് മലേഷ്യയും. ഓക്കെ, പിന്നെ ജീവകം ഇയുടെ അപര്യാപ്തത മൂലം ഉണ്ടാകുന്നതാണ് വന്ധ്യത അല്ലെ. വന്ധ്യതക്ക് കാരണമായ വിറ്റാമിൻ ഏത് വിറ്റാമിന്റെ അപര്യാപ്തത മൂലമാണ് വന്ധ്യത ഉണ്ടാകുന്നതെന്ന് ചോദിച്ചാൽ വിറ്റാമിൻ ഇയുടെ അപര്യാപ്തത മൂലം. വിറ്റാമിൻ ഇയുടെ അപര്യാപ്തത മൂലം ഉണ്ടാകുന്ന രോഗമാണ് വന്ധ്യത അല്ലെ. വന്ധ്യതക്ക് കാരണമായത് ഏത് വിറ്റാമിൻ ആണ്? വിറ്റാമിൻ ഇയുടെ അപര്യാപ്തതയാണ്. അതുകൊണ്ട് തന്നെ ബ്യൂട്ടി വിറ്റാമിൻ എന്നറിയപ്പെടുന്നത് ഏതാണ്? വിറ്റാമിൻ ഇ ആണ് ബ്യൂട്ടി വിറ്റാമിൻ എന്നറിയപ്പെടുന്നത്. പിന്നെ ഇതെന്താണ്?
ജീവകം ഡി പ്രധാനമായിട്ടും നമ്മൾ എന്ത് പഠിക്കണം? സൂര്യപ്രകാശത്തിൽ നിന്നും ലഭിക്കുന്ന വിറ്റാമിൻ അല്ലേ? സൂര്യപ്രകാശത്തിൽ നിന്നും ലഭിക്കുന്ന വിറ്റാമിൻ അല്ലെങ്കിൽ സൺഷൈൻ വിറ്റാമിൻ, സ്റ്റിറോയിഡ് വിറ്റാമിൻ എന്നൊക്കെ അറിയപ്പെടുന്ന വിറ്റാമിൻ ഏതാണെന്ന് ചോദിച്ചാൽ ഏതാണ്? വിറ്റാമിൻ ഡി ആണ്, അല്ലെങ്കിൽ ജീവകം ഡി ആണ്. ഈ വിറ്റാമിൻ ഡിയുടെ അപര്യാപ്തത മൂലം ഉണ്ടാകുന്ന രോഗമാണ് ഏതൊക്കെയാണ്? റിക്കറ്റ്സ് അഥവാ കണ, പിന്നെ ഓസ്റ്റീഷ്യസ് മലേഷ്യ. രണ്ടും പഠിച്ചു വെക്കുക. റിക്കറ്റ്സ് അഥവാ കണ, റിക്കറ്റ്സ് എന്ന് പറഞ്ഞാലും കണ എന്ന് പറഞ്ഞാലും ഒന്നാണ് കേട്ടോ. റിക്കറ്റ്സ് അഥവാ കണ, പിന്നെ ഓസ്റ്റീഷ്യസ് മലേഷ്യ. ഇനി ജീവകം കെയുടെ അപര്യാപ്തത മൂലം ഉണ്ടാകുന്ന രോഗം ഏതാണ്? ഹീമോഫീലിയ. ജീവകം കെയുടെ, കെ എന്ന് പറഞ്ഞാൽ എന്താണ്? രക്തം കട്ട പിടിക്കാൻ സഹായിക്കുന്ന വിറ്റാമിൻ ആണ് അല്ലെ? ജീവകം കെ അല്ലെങ്കിൽ വിറ്റാമിൻ കെ ആണ് രക്തം കട്ട പിടിക്കാൻ. അപ്പൊ അങ്ങനെ തന്നെ ചോദ്യം വരും, രക്തം കട്ട പിടിക്കാൻ സഹായിക്കുന്ന വിറ്റാമിൻ ഏത് എന്ന് ചോദ്യം വന്ന ഏതാണ്? അത് വിറ്റാമിൻ കെ ആണ്. ഞാൻ പറഞ്ഞിട്ടുണ്ട് കെ ഫോർ എന്താണ്? കട്ട പിടിക്കൽ. അങ്ങനെ ആലോചിച്ചാൽ മതി. കെ ഫോർ കട്ട പിടിക്കൽ എന്ന് ആലോചിച്ചാൽ മതി. ഇനി കട്ട പിടിക്കാൻ സഹായിക്കുന്ന വിറ്റാമിൻ ഏതാന്ന് ചോദിച്ചാൽ അങ്ങനെ കണക്ട് ചെയ്ത് വെച്ചാൽ മതി കേട്ടോ. ഓക്കെ, കെ ഫോർ കട്ട പിടിക്കൽ എന്ന് ആലോചിച്ച് വെക്കുക. അപ്പൊ കെ ഫോർ കട്ട പിടിക്കൽ, രക്തം കട്ട പിടിക്കാൻ സഹായിക്കുന്നത്. അപ്പൊ ഹീമോഫീലിയ പറഞ്ഞ രോഗം എന്താ? രക്തവാർച്ചയാണ് അല്ലെ? അപ്പൊ കണക്ട് ചെയ്ത് വെക്കുക. പിന്നെ വാസോപ്രസിന്റെ അപര്യാപ്തത മൂലമാണ് ഡയബറ്റിക് ഇൻസിപ്പിഡസ്. ഓക്കെ, ഡയബറ്റിക് ഇൻസിപ്പിഡസ് ഏതിന്റെയാണ്? വാസോപ്രസിന്റെ അപര്യാപ്തത മൂലം ഉണ്ടാവുന്ന രോഗമാണ്. അപ്പൊ വിറ്റാമിൻ കെയുടെ ഹീമോഫീലിയ, വിറ്റാമിൻ ഇ ആണെങ്കിൽ വന്ധ്യത, പിന്നെ വിറ്റാമിൻ ഡി ആണെങ്കിൽ റിക്കറ്റ്സ് അഥവാ കണ, പിന്നെ ഓസ്റ്റീഷ്യസ് മലേഷ്യ, പിന്നെ വാസോപ്രസിന്റെ ഡയബറ്റിക് ഇൻസിപ്പിഡസ്. ഓക്കെ, അത് മനസ്സിലാക്കി വെക്കുക. പിന്നെ ഹീമോഗ്ലോബിന്റെ അപര്യാപ്തത മൂലം അനീമിയ ഉണ്ടാവുന്നുണ്ട്, വിളർച്ച. ഹീമോഗ്ലോബിന്റെ അപര്യാപ്തത മൂലം ഉണ്ടാവുന്ന രോഗമാണ് അനീമിയ. പിന്നെ ഇരുമ്പിന്റെ അപര്യാപ്തത മൂലവും എന്തുണ്ടാവും? അനീമിയ ഉണ്ടാവും അല്ലെ? ഹീമോഗ്ലോബിന്റെ അപര്യാപ്തത മൂലവും ഇരുമ്പിന്റെ അപര്യാപ്തത മൂലവും എന്തുണ്ടാവുന്നുണ്ട്? അനീമിയ ഉണ്ടാവുന്നുണ്ട്. പിന്നെ മെലാനിൻ അല്ലെ? മെലാനിന്റെ അപര്യാപ്തത മൂലമാണ് വെള്ളപ്പാണ്ട് ഉണ്ടാവുന്നത്. മെലാനിന്റെ അപര്യാപ്തത മൂലമാണ് വെള്ളപ്പാണ്ട് ഉണ്ടാവുന്നത്. വെള്ളപ്പാണ്ട് ഉണ്ടാവുന്നത് മെലാനിന്റെ അപര്യാപ്തത മൂലം. എന്തിന്റെ അപര്യാപ്തത മൂലമാണ് വെള്ളപ്പാണ്ട് ഉണ്ടാവുന്നത്? മെലാനിന്റെ അപര്യാപ്തത മൂലമാണ്. പിന്നെ ഇൻസുലിൻ എന്താണ്? ഡയബറ്റിക് മെലിറ്റസ് അല്ലെ? ഡയബറ്റിക് മെലിറ്റസ്, ഇൻസുലിന്റെ അപര്യാപ്തത മൂലം എന്താണ്? ഡയബറ്റിക് മെലിറ്റസ് എന്നുണ്ടാവുന്നു. ഡയബറ്റിക് മെലിറ്റസ് എന്ന രോഗം ഉണ്ടാവുന്നു അല്ലെ? ഡയബറ്റിക് മെലിറ്റസിന് കാരണം ഏതാണ്? ഇൻസുലിന്റെ അപര്യാപ്തതയാണ്. ഇനി ഒക്കെ ഒന്ന് റിപ്പീറ്റ് ചെയ്ത് പഠിക്കണേ. നമുക്കൊന്ന് റിപ്പീറ്റ് ചെയ്ത് പോവാ. ഇൻസുലിന്റെ അപര്യാപ്തത മൂലം ഏതാണ്? റിപ്പീറ്റ് ചെയ്ത് എന്റെ കൂടെ പറയണേ. ഇൻസുലിന്റെ അപര്യാപ്തത മൂലം ഏതാണ്? ഡയബറ്റിക് മെലിറ്റസ് അല്ലെ? ഡയബറ്റിക് മെലിറ്റസ് ആണ് ഏതിന്റെ അപര്യാപ്തത മൂലം? ഇൻസുലിന്റെ അപര്യാപ്തത മൂലമാണ് ഡയബറ്റിക് മെലിറ്റസ്. പിന്നെ മെലാനിന്റെ അപര്യാപ്തത മൂലം ഉണ്ടാവുന്നതാണ് വെള്ളപ്പാണ്ട്. വെള്ളപ്പാണ്ട് എന്തിന്റെ അപര്യാപ്തത മൂലം ഉണ്ടാവുന്ന രോഗമാണെന്ന് ചോദിച്ചതാണ്? മെലാനിൻ. മെലാനിന്റെ അപര്യാപ്തത മൂലമാണ് എന്താണ്? വെള്ളപ്പാണ്ട് ഉണ്ടാവുന്നത്. അപ്പൊ ആലോചിക്കുക, മേലാകെ വെള്ളപ്പാണ്ട്. അപ്പൊ മേലാകെ എന്ന് ആലോചിച്ച് വെച്ചാൽ മതി. മേലാകെ മെലാനിൻ. അപ്പൊ മേലാകെ വെള്ളപ്പാണ്ട്, മേലാകെ മെലാനിന്റെ അപര്യാപ്തത മൂലം വെള്ളപ്പാണ്ട്. ഇരുമ്പിന്റെയും ഹീമോഗ്ലോബിന്റെയും അപര്യാപ്തത മൂലം അനീമിയ ഉണ്ടാവും അല്ലെ? അനീമിയ ഇരുമ്പിന്റെയും ഹീമോഗ്ലോബിന്റെ ഒക്കെ അപര്യാപ്തത മൂലം ഉണ്ടാവുന്നുണ്ട്. വിറ്റാമിൻ B9 അപര്യാപ്തത മൂലമാണ് ഗർഭസ്ത്രീകൾക്ക് അനീമിയ. പിന്നെ വിറ്റാമിൻ B12 നമ്മളിവിടെ പഠിച്ചിട്ടില്ല, അതും പഠിച്ചു വെച്ചോ. വിറ്റാമിൻ B12 അപര്യാപ്തത മൂലമാണ് മെഗലോബ്ലാസ്റ്റിക് അനീമിയ അല്ലെ? മെഗലോബ്ലാസ്റ്റിക് അനീമിയ വിറ്റാമിൻ B12 അപര്യാപ്തത മൂലമാണ്. വാസോപ്രസിന്റെ അപര്യാപ്തത മൂലം ഡയബറ്റിക് ഇൻസിപ്പിഡസ്. പിന്നെ ജീവകം കെ എന്താണ്? രക്തം കട്ട പിടിക്കാൻ സഹായിക്കുന്ന വിറ്റാമിൻ ആണ് വിറ്റാമിൻ കെ. അപ്പൊ അതിന്റെ അപര്യാപ്തത മൂലമാണ് ഹീമോഫീലിയ ഉണ്ടാവുന്നത്. ഹീമോഫീലിയ. ഇനി ജീവകം ഇ അല്ലെ? ജീവകം ഇ എന്താണ്? ബ്യൂട്ടി വിറ്റാമിൻ എന്നറിയപ്പെടുന്നു. വിറ്റാമിൻ ഇ ആണ് ബ്യൂട്ടി വിറ്റാമിൻ എന്നറിയപ്പെടുന്നു. അതുകൊണ്ട് തന്നെ വന്ധ്യതയ്ക്ക് കാരണമായ വിറ്റാമിൻ ഏതെന്ന് ചോദ്യം വന്നാൽ അത് വിറ്റാമിൻ ഇ ആണ്. ഇനി ജീവകം ഡി അല്ലെങ്കിൽ വിറ്റാമിൻ ഡി എന്താണ്? കണ, റിക്കറ്റ്സ് അഥവാ കണ അല്ലെങ്കിൽ ഓസ്റ്റീഷ്യസ് മലേഷ്യ എന്നീ രോഗങ്ങൾക്ക് കാരണമാകുന്നത് വിറ്റാമിൻ ഡിയുടെ അപര്യാപ്തതയാണ്. എന്താണ് ചോദ്യം വരിക? സൂര്യപ്രകാശത്തിൽ നിന്നും ലഭിക്കുന്ന വിറ്റാമിൻ ഏതെന്ന് ചോദ്യം വരും. അല്ലെങ്കിൽ സൺഷൈൻ വിറ്റാമിൻ, സ്റ്റിറോയിഡ് വിറ്റാമിൻ എന്നൊക്കെ അറിയപ്പെടുന്ന വിറ്റാമിൻ ഏതെന്ന് ചോദ്യം വരും. അതേതാണ്? വിറ്റാമിൻ ഡി ആണ് അല്ലെ? എല്ലിന്റെയും പല്ലിന്റെയും ബലത്തിന് ആവശ്യമായ വിറ്റാമിൻ ആണ് വിറ്റാമിൻ ഡി. ഓക്കെ, അപ്പൊ അതും പഠിച്ചു വെക്കുക. പിന്നെ തൈറോക്സിന്റെ അപര്യാപ്തത മൂലവും അയഡിന്റെ അപര്യാപ്തത മൂലവും എന്തുണ്ടാവും? ഗോയിറ്റർ ഉണ്ടാവും. രണ്ടും പഠിച്ചു വെച്ചോ. തൈറോക്സിന്റെയും അയഡിന്റെയും അപര്യാപ്തത മൂലം, രണ്ടിന്റെയും കുറവ് മൂലം എന്തുണ്ടാവും? ഗോയിറ്റർ ഉണ്ടാവും. അയഡിന്റെയും തൈറോക്സിന്റെയും കുറവ് മൂലം ഗോയിറ്റർ ഉണ്ടാവും. പിന്നെ വിറ്റാമിൻ സിയുടെ അപര്യാപ്തത മൂലം നമുക്കറിയാം സ്കർവിയാണ് നാവികരുടെ പ്ലേഗ് എന്നറിയപ്പെടുന്ന രോഗം അല്ലെ? നാവികരുടെ പ്ലേഗ് എന്നറിയപ്പെടുന്ന രോഗമാണ് സ്കർവി. നാവികരുടെ പ്ലേഗ് ഏതാണ്? സ്കർവി. നാവികരുടെ പ്ലേഗ് സ്കർവിയാണ്. സ്കർവി ഏത് വിറ്റാമിന്റെ അപര്യാപ്തത മൂലം ഉണ്ടാകുന്ന രോഗമാണ്? അത് വിറ്റാമിൻ സിയുടെ അപര്യാപ്തത മൂലം ഉണ്ടാകുന്നതാണ്. വിറ്റാമിൻ സി ആണ് രോഗപ്രതിരോധത്തിന് ആവശ്യമായ വിറ്റാമിൻ. ഓറഞ്ച്, നാരങ്ങ, നെല്ലിക്ക ഇവയിൽ നിന്നൊക്കെ ലഭിക്കുന്ന വിറ്റാമിൻ ആണ് വിറ്റാമിൻ സി. അതുകൂടെ പഠിച്ചു വെക്കുക. ചൂടാക്കുന്നതിലൂടെയും മൂത്രത്തിലൂടെയും നഷ്ടമാകുന്ന വിറ്റാമിൻ ആണ് വിറ്റാമിൻ സി. അതും പഠിച്ചു വെച്ചോ. ചൂടാക്കുന്നതിലൂടെയും മൂത്രത്തിലൂടെയും നഷ്ടമാകുന്ന വിറ്റാമിൻ ഏതാന്ന് ചോദിച്ചതാണ്? അത് വിറ്റാമിൻ സി ആണ്. പിന്നെ വിറ്റാമിൻ D9 എന്താണ്? ഗർഭസ്ത്രീകൾക്ക് അനീമിയ അല്ലെങ്കിൽ വിളർച്ച. വിറ്റാമിൻ B3 നമ്മൾ പഠിച്ചു അല്ലെ?
ആന്റി പെല്ലഗ്ര എന്നറിയപ്പെടുന്ന വിറ്റാമിനും വിറ്റാമിൻ B3 ആണ്. പിന്നെ അയഡിന്റെ അപര്യാപ്തത മൂലമാണ് ഗോയിറ്റർ. അയഡിന്റെ അപര്യാപ്തത മൂലം ഗോയിറ്റർ. ജീവകം ബി അല്ലെങ്കിൽ വിറ്റാമിൻ ബിയുടെ അല്ലെങ്കിൽ B1 അപര്യാപ്തത മൂലം ബെറി ബി എന്ന് കണ്ട ബാ എന്ന് ആലോചിക്കുക. അപ്പൊ ബെറി ബെറി. ഓക്കെ. പിന്നെ വിറ്റാമിൻ എയുടെ അപര്യാപ്തത മൂലമാണ് ഏതൊക്കെ? സിറോഫ്താൽമിയ, നിശാന്തത അല്ലെങ്കിൽ മാലക്കണ്ണ് അല്ലെ? നിശാന്തത അല്ലെങ്കിൽ മാലക്കണ്ണ് എങ്ങനെ ഓപ്ഷൻ വന്നാലും ആൻസർ ചെയ്യണം. ഓക്കെ. അപ്പോൾ നിശാന്തത അല്ലെങ്കിൽ മാലക്കണ്ണ് ഇതിനൊക്കെ കാരണമായ വിറ്റാമിൻ അല്ലെങ്കിൽ സിറോഫ്താൽമിയ എന്നതിനൊക്കെ കാരണമായ വിറ്റാമിൻ ഏതാണ്? ഏത് വിറ്റാമിന്റെ അപര്യാപ്തത മൂലമാണെന്ന് ചോദിച്ചാൽ അത് വിറ്റാമിൻ എയുടെ അപര്യാപ്തത മൂലമാണ്. ഓക്കെ. അപ്പൊ അത് ക്ലിയർ ആയി. നമ്മൾ റിപ്പീറ്റ് ചെയ്തിട്ടുണ്ട്, നിങ്ങൾ കൂടെ റിപ്പീറ്റ് ചെയ്തിട്ടുണ്ടാവും എന്ന് വിശ്വസിക്കുന്നു. അടുത്ത് നമുക്ക് ഹിസ്റ്ററിയിൽ നിന്ന് ഗുരുവായൂർ സത്യാഗ്രഹം നമുക്ക് നോക്കാണ്ട്. ഓക്കെ. ആദ്യം ഇപ്പൊ നോക്കിയത് സയൻസ് ആണ്, ഇനി ഗുരുവായൂർ സത്യാഗ്രഹം. നമ്മൾ സയൻസ് ഓരോ ക്ലാസ്സിൽ ഉൾപ്പെടുത്തുന്നുണ്ട് കേട്ടോ, നിങ്ങൾ ശ്രദ്ധിക്കണേ. അതായത് നമ്മൾ കെമിസ്ട്രി, ഫിസിക്സ് എല്ലാം ഉൾപ്പെടുത്തി പോകുന്നുണ്ട്. നമ്മൾ പ്രകാശ പ്രതിഭാസങ്ങളാണ് കഴിഞ്ഞ ക്ലാസ്സിൽ ചെയ്തത്, അത് ഫിസിക്സിന്റെ ഭാഗമായിട്ടുള്ളതാണ്. ഓക്കെ. അപ്പൊ നിങ്ങൾ ഫിസിക്സ് ഉൾപ്പെടുത്തോ, അത് ഡൗട്ട് വരുന്നതുകൊണ്ടാണ്, നിങ്ങൾക്ക് അത് കുഴപ്പമില്ല. അപ്പൊ മനസ്സിലാക്കുക, നമ്മൾ എന്തായാലും എല്ലാത്തൊന്നും ഉൾപ്പെടുത്തിയിട്ടുണ്ട്. ഇനി നമുക്ക് കേരള ഹിസ്റ്ററിയിലേക്കാണ് പോകേണ്ടത്. അതിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഗുരുവായൂർ സത്യാഗ്രഹം. ഗുരുവായൂർ സത്യാഗ്രഹം നടന്ന വർഷം അറിയണം. ഓക്കെ. ഏറ്റവും ബേസിക് ചോദ്യമാണ്. 1931 ഗുരുവായൂർ സത്യാഗ്രഹം നടന്നത്. നമുക്ക് നോക്കാം. ക്ഷേത്രപ്രവേശത്തിനും അയിത്തത്തിനും എതിരായി നടന്നത് എന്താണ്? ഗുരുവായൂർ സത്യാഗ്രഹം അല്ലെ? ക്ഷേത്രപ്രവേശത്തിനും അയിത്തത്തിനും എതിരായി കേരളത്തിൽ നടന്ന ഒരു അറിയപ്പെടുന്ന സംഭവമാണ് ഗുരുവായൂർ സത്യാഗ്രഹം അല്ലെ? ഓക്കെ. അപ്പൊ അത് മനസ്സിലാക്കുക. ക്ഷേത്രപ്രവേശനത്തിനും അയിത്തത്തിനും എതിരായി നടന്നതാണ് ഗുരുവായൂർ സത്യാഗ്രഹം. സത്യാഗ്രഹം ആരംഭിച്ചത് 1931 നവംബർ 1. നവംബർ 1 എന്താണ്? കേരള പിറവി ദിനം. കണക്ട് ചെയ്ത് വെച്ചോ. കേരള പിറവി ദിനത്തിന്റെ അന്നാണ് എന്ത് തുടങ്ങിയത്? 1931 നവംബർ 1 ഏത് ആരംഭിച്ചത്? ഗുരുവായൂർ സത്യാഗ്രഹം ആരംഭിച്ചത്. സത്യാഗ്രഹത്തിന് നേതൃത്വം നൽകിയ പ്രസ്ഥാനമാണ് KPCC. സത്യാഗ്രഹത്തിന് നേതൃത്വം നൽകിയ പ്രസ്ഥാനം KPCC ആണ്. ഈ ഗുരുവായൂർ സത്യാഗ്രഹത്തിന് നേതൃത്വം നൽകിയത് ആരെന്ന് ചോദ്യം വരും. രണ്ടിനും ഒരാളാണ്. ഏതൊക്കെയാണ്? രണ്ടെണ്ണം. ഒന്ന് ഉപ്പ് സത്യാഗ്രഹം. ഉപ്പ് സത്യാഗ്രഹം ഞാൻ പറഞ്ഞിട്ടുണ്ട്. 30 ആലോചിച്ച് വെക്കുക. 30. അപ്പൊ ഉപ്പ് സത്യാഗ്രഹം നടന്ന വർഷം ഡൗട്ട് വരികയാണെങ്കിലാണ് 30. ഓക്കെ. 30-31. 30 നടന്ന ഉപ്പ് സത്യാഗ്രഹവും 31 നടന്ന ഗുരുവായൂർ സത്യാഗ്രഹവും രണ്ടിനും നേതൃത്വം നൽകിയത് കേരള ഗാന്ധി എന്നറിയപ്പെടുന്ന കേളപ്പനാണ്. കേളപ്പനാണ് ഗുരുവായൂർ സത്യാഗ്രഹത്തിനും ഉപ്പ് സത്യാഗ്രഹത്തിനും കേരളത്തിൽ നേതൃത്വം നൽകിയത്. ഓക്കെ. അപ്പൊ സത്യാഗ്രഹത്തിന് നേതൃത്വം നൽകിയ പ്രസ്ഥാനം ഏതാണ്? KPCC ആണ് കേട്ടോ. KPCC ആണ്. ഗുരുവായൂർ സത്യാഗ്രഹത്തിന്റെ പ്രധാന നേതാവ് ആരാണ്? നമ്മളിപ്പോ പഠിച്ചു. കേളപ്പനാണ്. കേളപ്പൻ. കേരള ഗാന്ധി എന്നറിയപ്പെടുന്ന കേളപ്പൻ. അതും ചോദ്യം വരും. ഏറ്റവും റിപ്പീറ്റ് ചെയ്ത് PSC ചോദിക്കുന്ന ഒരു ചോദ്യമാണ്. കേരള ഗാന്ധി എന്നറിയപ്പെടുന്നത് ആര്? അതുപോലെ തന്നെ ചോദിക്കുന്ന ഒന്നാണ് അതിർത്തി ഗാന്ധി എന്നറിയപ്പെടുന്നത് ആര്? ആരാണ്? ഖാൻ അബ്ദുൽ ഗാഫർ ഖാനാണ് അതിർത്തി ഗാന്ധി എന്നറിയപ്പെടുന്നത്. അപ്പൊ മയ്യഴി ഗാന്ധി എന്നറിയപ്പെടുന്നത് ആരാണ്? അത് IK കുമാരൻ മാസ്റ്റർ ആണ്. മയ്യഴി ഗാന്ധി എന്നറിയപ്പെടുന്നത് IK കുമാരൻ മാസ്റ്റർ. ആരാണ് മയ്യഴിയുടെ കഥാകാരൻ എന്നറിയപ്പെടുന്നത്? അത് മുകുന്ദനാണ് മയ്യഴിയുടെ കഥാകാരൻ എന്നറിയപ്പെടുന്നത്. അപ്പൊ ആരാണ് കോഴിക്കോടിന്റെ കഥാകാരൻ എന്നറിയപ്പെടുന്നത്? SK പൊറ്റക്കാടാണ്. SK പൊറ്റക്കാടാണ് എന്ന് കോഴിക്കോടിന്റെ കഥാകാരൻ എന്നറിയപ്പെടുന്നത്. ഒരു SCRT പോയിന്റ് ആണ്. പാതിരാ സൂര്യന്റെ നാട്ടിൽ ആരുടെ കൃതിയാണെന്നുള്ളത്. ആരുടെയാണ്? SK പൊറ്റക്കാടിന്റെ കൃതിയാണ്. ഏതാണ് ഈ പാതിരാ സൂര്യന്റെ നാട് എന്നറിയപ്പെടുന്നത്? നോർവേ ആണ് കേട്ടോ. നോർവേ ആണ് പാതിരാ സൂര്യന്റെ നാട് എന്നറിയപ്പെടുന്നത്. അപ്പൊ പാതിരാ സൂര്യന്റെ നാട്ടിൽ എന്നത് ആരുടെ കൃതിയാണെന്ന് ചോദിക്കും. പിന്നെ എന്റെ വഴിയമ്പലങ്ങൾ ആരുടെ ആത്മകഥയാണെന്ന് ചോദിക്കും. ആരുടെയാണ്? SK പൊറ്റക്കാടിന്റെ ആത്മകഥയാണ് എന്റെ വഴിയമ്പലങ്ങൾ. അദ്ദേഹം എന്താണ് അറിയപ്പെടുന്നത്? കോഴിക്കോടിന്റെ കഥാകാരൻ എന്നറിയപ്പെടുന്നത് SK പൊറ്റക്കാടാണ്. ആരാണ് നിളയുടെ കഥാകാരൻ എന്നറിയപ്പെടുന്നത്? നിളയുടെ കഥാകാരൻ എന്നറിയപ്പെടുന്നത് MT വാസുദേവൻ നായരാണ് അല്ലെ? MT വാസുദേവൻ നായരാണ് നിളയുടെ കഥാകാരൻ എന്നറിയപ്പെടുന്നത്. പിന്നെ അതുപോലെ തന്നെ ചോദ്യം വരും. കുട്ടനാടിന്റെ കഥാകാരൻ എന്നറിയപ്പെടുന്നത് ആരാണ്? കുട്ടനാടിന്റെ കഥാകാരൻ എന്നറിയപ്പെടുന്നത് തകഴിയാണ്. തകഴിയാണ് കുട്ടനാടിന്റെ കഥാകാരൻ എന്നറിയപ്പെടുന്നത്. പമ്പയുടെ ദാനം എന്നറിയപ്പെടുന്ന സ്ഥലമാണ് കുട്ടനാട് അല്ലെ? പമ്പയുടെ ദാനം എന്നറിയപ്പെടുന്ന സ്ഥലമാണ് കുട്ടനാട്. പമ്പയുടെ ദാനം എന്നറിയപ്പെടുന്നത് കുട്ടനാടാണ്. അപ്പൊ നൈലിന്റെ ദാനം എന്നറിയപ്പെടുന്നതോ? ഈജിപ്ത് ആണ് കേട്ടോ. നൈലിന്റെ ദാനം എന്നറിയപ്പെടുന്നത് ഈജിപ്ത് ആണ്. കേരളത്തിന്റെ നൈൽ എന്നറിയപ്പെടുന്ന നദി ഏതാണ്? അത് ഭാരതപ്പുഴയാണ്. കേരളത്തിന്റെ നൈൽ എന്നറിയപ്പെടുന്ന നദിയാണ് ഭാരതപ്പുഴ. കേരളത്തിന്റെ നൈൽ. പിന്നെ അതുപോലെ തന്നെ നിള, പേരാർ, പൊന്നാനിപ്പുഴ, ശോകനാശിനി പുഴ എന്നൊക്കെ അറിയപ്പെടുന്നത് ഏതാണ്? അത് ഭാരതപ്പുഴയാണ്. ഈ ഭാരതപ്പുഴയാണ് നിള എന്നും അറിയപ്പെടുന്നത്. ഈ നിളയുടെ തീരത്താണ് അല്ലെങ്കിൽ ഭാരതപ്പുഴയുടെ തീരത്താണ് പ്രശസ്തമായ കേരള കലാമണ്ഡലം സ്ഥിതി ചെയ്യുന്നത്. ആരാണ് കേരള കലാമണ്ഡലത്തിന്റെ പ്രധാന സ്ഥാപകൻ? ആരാണ്? വള്ളത്തോളാണ് അല്ലെ? അപ്പൊ കേരള കലാമണ്ഡലം സ്ഥിതി ചെയ്യുന്ന സ്ഥലം ചോദ്യം വന്നാൽ അത് ചെറുതുരുത്തിയാണ്. ചെറുതുരുത്തി ഏത് ജില്ലയിലാണ്? തൃശ്ശൂർ ജില്ലയിലാണ്. തൃശ്ശൂരാണ് നമ്മുടെ എന്ത് തലസ്ഥാനം? കേരളത്തിന്റെ സാംസ്കാരിക തലസ്ഥാനം എന്നറിയപ്പെടുന്നത് തൃശ്ശൂരാണ്. അപ്പൊ കേരളത്തിന്റെ വ്യാവസായിക തലസ്ഥാനം ഏതാണ്? കേരളത്തിന്റെ വ്യാവസായിക തലസ്ഥാനം എന്നറിയപ്പെടുന്നത് എറണാകുളമാണ്. എറണാകുളമാണ് കേരളത്തിന്റെ വ്യാവസായിക തലസ്ഥാനം എന്നറിയപ്പെടുന്നത്. അപ്പോൾ
കേരളത്തിന്റെ തീർത്ഥാടന തലസ്ഥാനം എന്നറിയപ്പെടുന്ന ഏതാണ്? കേരളത്തിന്റെ തീർത്ഥാടന തലസ്ഥാനം എന്നറിയപ്പെടുന്നത് പത്തനംതിട്ടയാണ് കേട്ടോ. പത്തനംതിട്ടയാണ് കേരളത്തിന്റെ തീർത്ഥാടന തലസ്ഥാനം എന്നറിയപ്പെടുന്നത്. അപ്പൊ അതൊക്കെ ഒന്ന് പഠിച്ചു വെക്കുക. പടയണി പ്രചാരത്തിലുള്ള ജില്ലയാണ് പത്തനംതിട്ട അല്ലെ. പത്തനംതിട്ടയാണ് പടയണി പ്രചാരത്തിലുള്ള ജില്ല. പടയണി പ്രചാരത്തിലുള്ള ജില്ല ഏതാന്ന് ചോദിച്ചാൽ അതേതാണ്? പത്തനംതിട്ട. നീലംപേരൂർ പടയണി പ്രചാരത്തിലുള്ള ജില്ല ഏതാന്ന് ചോദിച്ചാൽ ആലപ്പുഴ. അതിങ്ങനെ ആലോചിച്ചാൽ മതി. നീല ആല അല്ലെ, അങ്ങനെ ആലോചിച്ചാൽ മതി. നീലംപേരൂർ പടയണി ഓപ്ഷൻ വന്നു കഴിഞ്ഞാൽ അത് ആലപ്പുഴയിലാണ്. ആലപ്പുഴയാണ് ജലോത്സവങ്ങളുടെ നാട് എന്നറിയപ്പെടുന്നത്. ജലോത്സവങ്ങളുടെ നാട് എന്നറിയപ്പെടുന്നത് ആലപ്പുഴയാണ്. ഈ ആലപ്പുഴയാണ് രാജാ കേശവദാസിന്റെ പട്ടണം എന്നറിയപ്പെടുന്നത്. രാജാ കേശവദാസിന്റെ പട്ടണം എന്നറിയപ്പെടുന്നത്. അല്ലെങ്കിൽ ആലപ്പുഴ പട്ടണത്തിന്റെ ശില്പി ആരാന്ന് ചോദിച്ചാൽ രാജാ കേശവദാസ് ആണ്. അതുപോലെ തന്നെ തൃശ്ശൂർ നഗരത്തിന്റെ ശില്പി ആരാന്ന് ചോദിച്ചാൽ ശക്തൻ തമ്പുരാനാണ്. തൃശ്ശൂർ നഗരത്തിന്റെ ശില്പി ശക്തൻ തമ്പുരാനാണ്. അതുപോലെ തന്നെ ചോദ്യം വരും മൈസൂർ നഗരത്തിന്റെ ശില്പി ആരെന്ന്. അതാണ് എം വിശ്വേശ്വരയ്യ. മൈസൂർ നഗരത്തിന്റെ ശില്പി ആരെന്ന് ചോദ്യം വന്നാൽ അതാണ് എം വിശ്വേശ്വരയ്യ. ഈ എം വിശ്വേശ്വരയാണ് ഇന്ത്യൻ ആസൂത്രണത്തിന്റെ പിതാവ്. ഇന്ത്യൻ ആസൂത്രണത്തിന്റെ പിതാവ്, ഇന്ത്യൻ എഞ്ചിനീയറിംഗിന്റെ പിതാവ് എന്നൊക്കെ അറിയപ്പെടുന്നത് എം വിശ്വേശ്വരയ്യാണ്. അദ്ദേഹത്തിന്റെ പ്രശസ്തമായ കൃതിയാണ് പ്ലാൻഡ് എക്കണോമി ഫോർ ഇന്ത്യ അല്ലെ. പ്ലാൻഡ് എക്കണോമി ഫോർ ഇന്ത്യ എന്ന പുസ്തകം രചിച്ചത്. പ്ലാൻഡ് അതായത് ആസൂത്രണം ചെയ്യുക, ആസൂത്രണം, പ്ലാൻഡ്, അത് വെച്ചിട്ട് ആലോചിച്ചാൽ മതി. അപ്പൊ ഇന്ത്യൻ ആസൂത്രണത്തിന്റെ പിതാവ് എന്നറിയപ്പെടുന്ന എം വിശ്വേശ്വരയ്യയുടെ പ്രധാന കൃതിയാണ് പ്ലാൻഡ് എക്കണോമി ഫോർ ഇന്ത്യ. പ്ലാൻഡ് എക്കണോമി ഫോർ ഇന്ത്യ എന്ന പുസ്തകം രചിച്ചത് എം വിശ്വേശ്വരയ്യ. ഇന്ത്യൻ എഞ്ചിനീയറിംഗിന്റെ പിതാവ് എന്നറിയപ്പെടുന്നതും എം വിശ്വേശ്വരയ്യാണ്. മൈസൂർ നഗരത്തിന്റെ ശില്പി എന്നറിയപ്പെടുന്നതും എം വിശ്വേശ്വരയ്യാണ്. പിന്നെ ഇന്ത്യൻ ആസൂത്രണത്തിന്റെ പിതാവാണ് എം വിശ്വേശ്വരയ്യ. ആരാണ് ഇന്ത്യൻ ആസൂത്രണത്തിന്റെ ശില്പി? അത് പി സി മഹലനോബിസ് ആണ്. പി സി മഹലനോബിസ് ആണ് ഇന്ത്യൻ ആസൂത്രണത്തിന്റെ ശില്പി എന്നറിയപ്പെടുന്നത്. ഈ പി സി മഹലനോബിസ് എവിടെയെങ്കിലും കേട്ടോ? മഹലനോബിസ് മോഡൽ എന്ന് അല്ലെങ്കിൽ മഹലനോബിസ് മാതൃക എന്നൊക്കെ എവിടെയെങ്കിലും കേട്ടിട്ടുണ്ടോ? ഏതാണ്? രണ്ടാം പഞ്ചവത്സര പദ്ധതിയാണ് മഹലനോബിസ് മാതൃക എന്നറിയപ്പെടുന്നത് അല്ലെ. രണ്ടാം പഞ്ചവത്സര പദ്ധതിയാണ് മഹലനോബിസ് മാതൃക എന്നറിയപ്പെടുന്നത്. വ്യവസായത്തിന് ഊന്നൽ നൽകിയ പഞ്ചവത്സര പദ്ധതിയാണ് രണ്ടാം പഞ്ചവത്സര പദ്ധതി. ഒന്നാം പഞ്ചവത്സര പദ്ധതി എപ്പോഴും ചോദിക്കും. കൃഷിക്ക് ഊന്നൽ നൽകിയ പഞ്ചവത്സര പദ്ധതി അല്ലെങ്കിൽ ഹറോൾഡ് ഡോമർ മാതൃക എന്നറിയപ്പെടുന്ന പഞ്ചവത്സര പദ്ധതി എന്നൊക്കെ ചോദ്യം വന്നാൽ അത് ഒന്നാം പഞ്ചവത്സര പദ്ധതിയാണ്. വ്യവസായത്തിന് ഊന്നൽ നൽകിയ പഞ്ചവത്സര പദ്ധതിയാണ് രണ്ടാം പഞ്ചവത്സര പദ്ധതി. അപ്പൊ എല്ലാം ഓർമ്മയിൽ ഉണ്ടാവുമെന്ന് വിശ്വസിക്കുന്നു. എല്ലാം ഇങ്ങനെ ഓരോന്നും പഠിച്ചു പോകട്ടോ. ഓരോന്നും കണക്ട് ചെയ്ത് പഠിച്ചു പോകും. നമ്മൾ എന്ത് പറഞ്ഞു? ഗുരുവായൂർ സത്യാഗ്രഹത്തിന്റെ പ്രധാന നേതാവ് കെ കേളപ്പനാണ്. ഓക്കെ, കെ കേളപ്പനാണ് ഗുരുവായൂർ സത്യാഗ്രഹത്തിന്റെ പ്രധാന നേതാവ്. ഇദ്ദേഹമാണ് എന്തറിയപ്പെടുന്നത്? ഒരു വട്ടം കൂടെ പറയാം, കേരള ഗാന്ധി എന്നറിയപ്പെടുന്നത്. അവിടെ നിന്നാണ് നമ്മൾ അതിർത്തി ഗാന്ധി പഠിച്ചു വെക്കണം, മയ്യഴി ഗാന്ധി പഠിച്ചു വെക്കണം. അതുപോലെ തന്നെ ബീഹാർ ഗാന്ധി ആരാണ്? ഡോക്ടർ രാജേന്ദ്ര പ്രസാദ് ആണ്. ബീഹാർ ഗാന്ധി എന്നറിയപ്പെടുന്നത് ഡോക്ടർ രാജേന്ദ്ര പ്രസാദ് ആണ്. അതുകൂടെ പഠിച്ചു വെക്കുക. ഈ ഡോക്ടർ രാജേന്ദ്ര പ്രസാദ് വേറെ എവിടെയെങ്കിലും കേട്ടിട്ടുണ്ടോ? ഡോക്ടർ രാജേന്ദ്ര പ്രസാദ് എവിടെയെങ്കിലും കേട്ടിട്ടുണ്ടോ? സച്ചിദാനന്ദ സിൻഹ, ഡോക്ടർ രാജേന്ദ്ര പ്രസാദ്, രണ്ടുമായിട്ട് എന്തോ ഒരു കണക്ഷൻ ഉണ്ടല്ലോ. എന്താണ്? ഭരണഘടനാ നിർമ്മാണ സമിതിയിലെ ആദ്യ താൽക്കാലിക അധ്യക്ഷനാണ് ഡോക്ടർ സച്ചിദാനന്ദ സിൻഹ. എവിടെ? ഭരണഘടനാ നിർമ്മാണ സമിതിയിലെ ആദ്യ താൽക്കാലിക അധ്യക്ഷനാണ് ഡോക്ടർ സച്ചിദാനന്ദ സിൻഹ. അപ്പൊ രാജേന്ദ്ര പ്രസാദോ ഭരണഘടനാ നിർമ്മാണ സമിതിയിലെ ആദ്യ സ്ഥിര അധ്യക്ഷനാണ് ഡോക്ടർ രാജേന്ദ്ര പ്രസാദ്. ഈ ഭരണഘടനാ നിർമ്മാണ സമിതിയിൽ ലക്ഷ്യപ്രമേയം അവതരിപ്പിച്ചത് ആരെന്ന് ചോദ്യം വരാറുണ്ട്. ആരാണ് ലക്ഷ്യപ്രമേയം അവതരിപ്പിച്ചത്? ജവഹർലാൽ നെഹ്റു ആണ്. 1946 ഡിസംബർ 13 ജവഹർലാൽ നെഹ്റു ലക്ഷ്യപ്രമേയം അവതരിപ്പിച്ചത്. ഈ ലക്ഷ്യപ്രമേയമാണ് പിന്നീട് ഭരണഘടനയുടെ ആമുഖമായി മാറിയത് അല്ലെ. അപ്പൊ ഭരണഘടനയുടെ ആമുഖത്തിന്റെ ശില്പി ആരാന്ന് ചോദിച്ചാൽ ആരാണ്? ജവഹർലാൽ നെഹ്റു ആണ്. ജവഹർലാൽ നെഹ്റു ആണ് ആമുഖത്തിന്റെ ശില്പി. എന്നാൽ ആമുഖം വേണം. ഇന്ത്യൻ ഭരണഘടനയ്ക്ക് ഒരു ആമുഖം എന്ന ആശയം ആദ്യം മുന്നോട്ട് വെച്ച വ്യക്തി ആരാന്ന് ചോദിച്ചാൽ ജവഹർലാൽ നെഹ്റു അല്ല, അത് ബി എൻ റാവു ആണ്. ആരാണ്? ബി എൻ റാവു ആണ്. ബി എൻ റാവു ആണ് ഇന്ത്യൻ ഭരണഘടനയ്ക്ക് ഒരു ആമുഖം എന്ന ആശയം ആദ്യം മുന്നോട്ട് വെച്ചത്. ഓക്കെ, ആമുഖം. ആമുഖം കടം എടുത്തിരിക്കുന്നത് എവിടെ നിന്നാണ്? ആമുഖം അമേരിക്ക. ആ മ ആ മ അങ്ങനെ ആലോചിച്ചാൽ മതി. ആമുഖത്തിൽ ആമ, പിന്നെ അമേരിക്കയിലും ആ മ, അങ്ങനെ കണക്ട് ചെയ്താൽ മതി. അപ്പൊ ആമുഖം കടമെടുത്തിരിക്കുന്നത് എവിടെ നിന്നാണ്? അമേരിക്കയിൽ നിന്നാണ്. റിട്ടുകൾ എന്ന ആശയം കടം കൊണ്ടിരിക്കുന്നത് എവിടെ നിന്നാണ്? ബ്രിട്ടനിൽ നിന്നാണ് അല്ലെ. ഏക പൗരത്വം ബ്രിട്ടനിൽ നിന്നാണ്. റിട്ടുകൾ എന്ന റിട്ട് ബ്രിട്ടൻ അങ്ങനെ ആലോചിച്ചാൽ എന്ന് ആലോചിച്ചാൽ. അപ്പൊ റിട്ടുകൾ ബ്രിട്ടനിൽ നിന്നാണ്. പിന്നെ മാർഗനിർദ്ദേശക തത്വങ്ങൾ അയർലാൻഡിൽ നിന്നാണ്. നിർദ്ദേശക തത്വങ്ങൾ അയർ, അപ്പൊ വെച്ച് കണക്ട് ചെയ്യുക. നിർദ്ദേശക തത്വങ്ങൾ അയർലാൻഡിൽ നിന്നാണ് കടം കൊണ്ടത്. അങ്ങനെ ഓരോന്നും ഓർത്തു വെക്കണം കേട്ടോ. ഓക്കെ, അപ്പോൾ കെ കേളപ്പനാണ് ഗുരുവായൂർ സത്യാഗ്രഹത്തിന്റെ പ്രധാന നേതാവ്. ഗുരുവായൂർ സത്യാഗ്രഹത്തിന്റെ വോളണ്ടിയർ ക്യാപ്റ്റൻ എന്നറിയപ്പെടുന്നത് ആരാണ്? എ കെ ജി ആണ്. എ കെ ഗോപാലനാണ് അല്ലെ. എ കെ ഗോപാലൻ. അദ്ദേഹം എന്താണ് അറിയപ്പെടുന്നത്? പാവങ്ങളുടെ പടത്തലവൻ എന്നറിയപ്പെടുന്നത് എ കെ ഗോപാലനാണ്. എ കെ ഗോപാലനാണ് പാവങ്ങളുടെ പടത്തലവൻ എന്നറിയപ്പെടുന്നത്. അപ്പൊ ആരാണ് അധസ്ഥിതരുടെ പടത്തലവൻ എന്നറിയപ്പെടുന്നത്? അയ്യങ്കാളിയാണ് കേട്ടോ. അയ്യങ്കാളിയാണ് അധസ്ഥിതരുടെ പടത്തലവൻ എന്നറിയപ്പെടുന്നത്.
പഠിച്ചു വെക്കുക. പിന്നെ ആളിക്കത്തിയ തീപ്പൊരി എന്നറിയപ്പെടുന്ന നവോത്ഥാന നായകനാണ് അയ്യങ്കാളി. 1893 വില്ലുവണ്ടി യാത്ര നടത്തിയത് ആരെന്ന് ചോദിച്ചാൽ അയ്യങ്കാളി അല്ലെ. 1893 അയ്യങ്കാളി വില്ലുവണ്ടി യാത്ര, പ്രശസ്തമായ വില്ലുവണ്ടി യാത്ര നടത്തിയത് ആരാണ്? അയ്യങ്കാളിയാണ്. അപ്പൊ അതും പഠിച്ചു വെക്കുക. അപ്പൊ അധസ്ഥിതരുടെ പടത്തലവൻ, ആളിക്കത്തിയ തീപ്പൊരി എന്നൊക്കെ അറിയപ്പെടുന്നത് ആരാണ്? അയ്യങ്കാളിയാണ് അല്ലെ. അയ്യങ്കാളിയെ ഇന്ത്യയുടെ മഹാനായ പുത്രൻ എന്ന് വിശേഷിപ്പിച്ചത് ആരാണ്? ഇന്ദിരാഗാന്ധിയാണ് കേട്ടോ. ഇന്ദിരാഗാന്ധിയാണ് അയ്യങ്കാളിയെ ഇന്ത്യയുടെ മഹാനായ പുത്രൻ എന്ന് വിശേഷിപ്പിച്ചത്. അപ്പൊ അയ്യങ്കാളിയെ വെറുതെ ഗാന്ധിജി എന്താണ് വിശേഷിപ്പിച്ചത്? അയ്യങ്കാളിയെ മൈൻഡിൽ വരുന്നില്ല, ആ വാക്ക് വരുന്നില്ല. ഗാന്ധിജി അയ്യങ്കാളിയെ വിശേഷിപ്പിച്ചത് ഇനോ EK നായനാർ വിശേഷിപ്പിച്ചത് നമുക്കറിയാം. ഇന്ത്യയിലെ ആദ്യത്തെ കമ്മ്യൂണിസ്റ്റ് എന്ന് അയ്യങ്കാളിയെ വിശേഷിപ്പിച്ചത് EK നായനാറാണ്. EK നായനാറാണ് ഇന്ത്യയിലെ ആദ്യത്തെ കമ്മ്യൂണിസ്റ്റ് എന്ന് അയ്യങ്കാളിയെ വിശേഷിപ്പിച്ചത്. അധസ്ഥിതരുടെ പടത്തലവൻ അയ്യങ്കാളിയാണ്. പുലയരുടെ രാജാവ്, പുലയരുടെ രാജാവ് എന്ന് അയ്യങ്കാളിയെ വിശേഷിപ്പിച്ചത്, അല്ലെങ്കിൽ അയ്യങ്കാളിയെ പുലയ രാജ എന്ന് വിശേഷിപ്പിച്ചത്, ലാഗായതിൽ ക്ഷമിക്കണം, അയ്യങ്കാളിയെ പുലയരുടെ രാജാവ് അല്ലെങ്കിൽ പുലയ രാജ എന്ന് വിശേഷിപ്പിച്ചത് മഹാത്മാഗാന്ധിയാണ്. ഓക്കെ, അപ്പൊ പുലയ രാജ, എന്തിന്റെ രാജാവ് എന്ന് ഓർമ്മ വന്നില്ല, സോറി. അപ്പൊ പുലയരുടെ രാജാവ് എന്ന് അയ്യങ്കാളിയെ വിശേഷിപ്പിച്ചത് ആരെന്ന് ചോദിച്ചാൽ ആരാണ്? അത് മഹാത്മാഗാന്ധിയാണ്. ഇന്ത്യയുടെ മഹാനായ പുത്രൻ എന്ന് അയ്യങ്കാളിയെ വിശേഷിപ്പിച്ചത് ആരാന്ന് ചോദിച്ചാൽ ആരാണ്? ഇന്ത്യയുടെ മഹാനായ പുത്രൻ എന്ന് വിശേഷിപ്പിച്ചത് ഇന്ദിരാഗാന്ധിയാണ്. അയ്യങ്കാളിയുടെ പ്രതിമ തിരുവനന്തപുരത്ത് അനാച്ഛാദനം ചെയ്തത് ആരാന്ന് ചോദിച്ചാൽ ആരാണ്? അതും ഇന്ദിരാഗാന്ധിയാണ് കേട്ടോ. ഇന്ദിരാഗാന്ധിയാണ്, അതും പഠിച്ചു വെക്കുക. അപ്പൊ AK ഗോപാലനാണ് പാവങ്ങളുടെ പടത്തലവൻ എന്നറിയപ്പെടുന്നത്. ഇന്ത്യൻ കോഫി ഹൗസിന്റെ സ്ഥാപകൻ AK ഗോപാലനാണ്. പട്ടിണി ജാഥ നയിച്ചത് AK ഗോപാലനാണ്. അപ്പൊ അതും പഠിച്ചു വെക്കുക. അപ്പൊ ഗുരുവായൂർ സത്യാഗ്രഹത്തിന്റെ വോളണ്ടിയർ ക്യാപ്റ്റൻ എന്നറിയപ്പെടുന്ന ആരാണ്? AK ഗോപാലൻ. ഗുരുവായൂർ സത്യാഗ്രഹ കമ്മിറ്റിയുടെ പ്രസിഡന്റ്, ഈ സാധനങ്ങളൊക്കെ എപ്പോഴും ചോദ്യം വരും കേട്ടോ. സത്യാഗ്രഹ കമ്മിറ്റിയുടെ പ്രസിഡന്റ്, ഗുരുവായൂർ സത്യാഗ്രഹത്തിന്റെ വോളണ്ടിയർ ക്യാപ്റ്റൻ, ഗുരുവായൂർ സത്യാഗ്രഹ കമ്മിറ്റിയുടെ സെക്രട്ടറി, ഇതൊക്കെയാണ് ഇവിടുന്ന് റിപ്പീറ്റ് ചെയ്ത് എപ്പോഴും ചോദിക്കാറുള്ളത്. അപ്പം പഠിച്ചു വെച്ചോ, ഗുരുവായൂർ സത്യാഗ്രഹത്തിന് നേതൃത്വം നൽകിയത് ആരെന്ന് ചോദിച്ചാലും ഗുരുവായൂർ സത്യാഗ്രഹ കമ്മിറ്റിയുടെ സെക്രട്ടറി ആരെന്ന് ചോദിച്ചാലും K കേളപ്പനാണ്. ഗുരുവായൂർ സത്യാഗ്രഹത്തിന്റെ വോളണ്ടിയർ ക്യാപ്റ്റൻ അല്ലെ, ഗുരുവായൂർ സത്യാഗ്രഹത്തിന്റെ വോളണ്ടിയർ ക്യാപ്റ്റൻ എന്നറിയപ്പെടുന്നത് AK ഗോപാലനാണ്. ഇനി ഗുരുവായൂർ സത്യാഗ്രഹ കമ്മിറ്റിയുടെ പ്രസിഡന്റ് ആരാണ്? മന്നത്ത് പത്മനാഭനാണ്. മന്നത്ത് പത്മനാഭൻ. ഇദ്ദേഹവുമായി വൈക്കം സത്യാഗ്രഹവുമായി ബന്ധപ്പെട്ട് നമ്മൾ പഠിച്ചിട്ടുണ്ട്. ഞാൻ എപ്പോഴും പറയാറുണ്ട്, എപ്പോഴും ഇമ്പോർട്ടൻസ് കൊടുത്ത് നിങ്ങൾ കേരള ചരിത്രം എന്ന ഭാഗത്ത് എന്തായാലും അത് പഠിച്ചു വെച്ചോ. അതായത് വൈക്കം സത്യാഗ്രഹത്തിന് നേതൃത്വം നൽകിയത് ആരെന്ന് PSC ചോദിച്ചില്ലെങ്കിൽ കൂടെ ചോദ്യം വരും. വൈക്കം സത്യാഗ്രഹത്തോട് അനുഭാവം പ്രകടിപ്പിച്ച് സവർണ ജാഥക്ക് നേതൃത്വം നൽകിയത് ആരാണ്? മന്നത്ത് പത്മനാഭനാണ്. ഈ മന്നത്ത് പത്മനാഭനാണ് ഭാരത കേസരി എന്നറിയപ്പെടുന്നത്. അതുപോലെ തന്നെ കേരള മദൻ മോഹൻ മാളവ്യ എന്നറിയപ്പെടുന്നത്. ആരാണ് മന്നത്ത് പത്മനാഭനെ കേരള മദൻ മോഹൻ മാളവ്യ എന്ന് വിശേഷിപ്പിച്ചത്? സർദാർ KM പണിക്കറാണ്. മന്നത്ത് പത്മനാഭനെ കേരള മദൻ മോഹൻ മാളവ്യ എന്ന് വിശേഷിപ്പിച്ചത് സർദാർ KM പണിക്കറാണ്. അതുപോലെ തന്നെ പഴശ്ശിരാജയെ കേരള സിംഹം എന്ന് വിശേഷിപ്പിച്ചത് സർദാർ KM പണിക്കറാണ്. ഓക്കെ, അപ്പൊ മന്നത്ത് പത്മനാഭനെ കേരള മദൻ മോഹൻ മാളവ്യ എന്നും പഴശ്ശിരാജയെ കേരള സിംഹം എന്നും വിശേഷിപ്പിച്ചത് ആരാണ്? സർദാർ KM പണിക്കറാണ്. അതുപോലെ തന്നെ വാസ്കോഡ ഗാമയുടെ ആഗമനത്തെ ഏഷ്യ ചരിത്രത്തിലെ വാസ്കോഡ ഗാമ യുഗത്തിന്റെ തുടക്കം എന്ന് വിശേഷിപ്പിച്ചതും സർദാർ KM പണിക്കറാണ്. അപ്പൊ അദ്ദേഹവുമായി ബന്ധപ്പെട്ട് പഠിച്ചു വെക്കുക. ഈ വിശേഷണങ്ങൾ എപ്പോഴും ചോദ്യം വരാറുണ്ട്. ഓക്കെ, അടുത്തത് ഗുരുവായൂർ സത്യാഗ്രഹ കമ്മിറ്റിയുടെ സെക്രട്ടറി നമ്മൾ ഇപ്പൊ പഠിച്ചു, അത് K കേളപ്പനാണ് അല്ലെ. ഗുരുവായൂർ സത്യാഗ്രഹ കമ്മിറ്റിയുടെ സെക്രട്ടറി ആരാണ്? K കേളപ്പൻ. സെക്രട്ടറി K കേളപ്പൻ, പ്രസിഡന്റ് മന്നത്ത് പത്മനാഭൻ, വോളണ്ടിയർ ക്യാപ്റ്റൻ AK ഗോപാലൻ. ഗുരുവായൂർ സത്യാഗ്രഹ കാലത്ത് ഗുരുവായൂർ ക്ഷേത്രം നിലനിന്നിരുന്ന താലൂക്ക് ഏതാണ്? പൊന്നാനി താലൂക്ക്. എവിടെയാണ്? പൊന്നാനി താലൂക്കിലാണ്. പൊന്നാനി താലൂക്ക്. ഗുരുവായൂർ സത്യാഗ്രഹത്തെ തുടർന്ന് നിരാഹാരം അനുഷ്ഠിച്ച വ്യക്തി ആരാണ്? K കേളപ്പനാണ്. പിന്നെ ആര് പറഞ്ഞിട്ടാണ് അത് നിർത്തിയത്? മഹാത്മാഗാന്ധി പറഞ്ഞിട്ടാണ് അല്ലെ. ഓക്കെ, അപ്പൊ K കേളപ്പനാണ്. ഗുരുവായൂർ സത്യാഗ്രഹത്തെ തുടർന്ന് നിരാഹാരം അനുഷ്ഠിച്ച വ്യക്തി ആരാണ്? അത് K കേളപ്പനാണ്. ഈ K കേളപ്പനാണ് എന്തറിയപ്പെടുന്നത്? നമ്മൾ നേരത്തെ പറഞ്ഞു, കേരള ഗാന്ധി എന്നറിയപ്പെടുന്നത്. ഇനി അത് പഠിക്കാൻ നിങ്ങൾക്ക് എന്തെങ്കിലും ബുദ്ധിമുട്ടുണ്ടെങ്കിൽ ഞാൻ എല്ലാ ക്ലാസ്സിലും K കേളപ്പനെ പറ്റി പറയുമ്പോൾ പറയുന്ന ഒരു കാര്യമാണ്, ഇങ്ങനെ ആലോചിച്ച് വെച്ചാൽ മതി. ഇത് കണ്ടോ, കേരള ഗാന്ധിയാണ്. അതിൽ രാ പോയി കഴിഞ്ഞാൽ കേരള എന്നായി കണക്ട് ചെയ്ത് വെച്ചോ. അപ്പൊ കേരളയിൽ തന്നെ ആളുണ്ട്. അപ്പൊ കേരള, അതിൽ രാ പോയ കേരള. ഓക്കെ, അപ്പൊ K കേളപ്പനാണ് കേരള ഗാന്ധി എന്നറിയപ്പെടുന്നത്. ഇനി അതിർത്തി ഗാന്ധി കണക്ട് ചെയ്ത് വെക്കണോ? അതും ഞാൻ കണക്ട് ചെയ്ത് തരാം. അതിർത്തി ഗാന്ധി എന്നറിയപ്പെടുന്നത് ഖാൻ അബ്ദുൽ ഗാഫർ ഖാനാണ്. ഇതാണ് ഖാൻ, ഇവിടെ വരുന്നതാണ് അബ്ദുൽ ഗാഫർ, പിന്നെ ഇവിടെ പിന്നെയും ഖാൻ അബ്ദുൽ ഗാഫർ ഖാൻ. ഇതിന്റെ ഇടയിൽ ഈ വരുന്ന സാധനമാണ് അതിർത്തി. ഓക്കെ, അപ്പൊ രണ്ട് പേരുകൾക്ക് അതിർത്തി ഉള്ള ഒരാളാണെന്ന് ആലോചിച്ചാൽ മതി. രണ്ട് ഖാനുമാർക്കുള്ള ഒരു അതിർത്തിയാണ് അബ്ദുൽ ഗാഫർ എന്ന് ആലോചിച്ചാൽ അതിർത്തി ഗാന്ധി എന്ന് പറഞ്ഞാൽ ആ പേര് തന്നെ ഒരു അതിർത്തി ഉണ്ട് എന്ന് ആലോചിച്ചാൽ മതി. ഓക്കെ, ഖാൻ അബ്ദുൽ ഗാഫർ ഖാൻ. ഈ അബ്ദുൽ ഗാഫർ എന്ന് പറയുന്നത് ഖാന്റെയും അതിർത്തിയാണ്. സിമ്പിൾ അല്ലേ? ഓക്കെ, അപ്പോ
ഖാൻ അബ്ദുൽ ഗാഫർ ഖാനാണ് അതിർത്തി ഗാന്ധി എന്നറിയപ്പെടുന്നത്. മയ്യഴി ഗാന്ധി ആരാണ്? IK കുമാരൻ മാസ്റ്ററാണ്. IK കുമാരൻ മാസ്റ്ററാണ് മയ്യഴി ഗാന്ധി എന്നറിയപ്പെടുന്നത്. അപ്പൊ ഇതുപോലത്തെ കാര്യങ്ങളൊക്കെ പഠിച്ചു വെക്കുക, ഇമ്പോർട്ടന്റ് ആണ്. ഇന്ന് ഡിസ്കസ് ചെയ്ത ഇത്രയും പോയിന്റ്സും അതുമായി ബന്ധപ്പെടുത്തി ഡിസ്കസ് ചെയ്ത പോയിന്റ്സും എല്ലാം നിങ്ങൾക്ക് ക്ലിയർ ആയി എന്ന് വിശ്വസിക്കുന്നു. അറിയാത്ത ഏതെങ്കിലുമൊക്കെ ഞാൻ പറയുമ്പോൾ കേൾക്കുന്നുണ്ടെങ്കിൽ അത് എപ്പോഴും ഒന്ന് മാർക്ക് ചെയ്ത് വെക്കണം കേട്ടോ പ്ലീസ്. അപ്പോൾ നിങ്ങൾ മാർക്ക് ചെയ്ത് വെച്ചാൽ നിങ്ങൾ പിന്നെ എപ്പോഴെങ്കിലും, അതായത് നിങ്ങളും ഇതുപോലെ ഇങ്ങനെ മനസ്സിലൊക്കെ ഓരോന്ന് റിവിഷൻ ചെയ്യുമ്പോൾ ഏതെങ്കിലും ഒന്ന് കിട്ടാതെ ഉടക്കി കഴിഞ്ഞാൽ നിങ്ങൾക്കൊന്ന് പോയി വായിച്ച് നോക്കാനെങ്കിലും നിങ്ങൾ എവിടെയെങ്കിലും ഇതൊക്കെ ഒന്ന് മാർക്ക് ചെയ്ത് വെക്കണം. ഓക്കെ, റാങ്ക് ഫയലൊക്കെ ഉണ്ടാവുമെന്ന് വിശ്വസിക്കുന്നു. അല്ലെങ്കിലും നിങ്ങൾ റാങ്ക് ഫയൽ മാത്രം നോക്കിക്കണം, അല്ലാത്തത് നിങ്ങൾ മാർക്ക് ചെയ്ത് വെച്ചാൽ അത്രയും നല്ലതാണ്. നിങ്ങൾ പഠിച്ച കാര്യങ്ങൾ ഏതൊക്കെയാണ് നിങ്ങൾക്ക് റിവിഷൻ ചെയ്യണ്ടേ. ഓക്കെ, അപ്പോൾ ഞാൻ പറയുന്നത് പോലെ എപ്പോഴും ഇങ്ങനെ റിവിഷൻ ചെയ്യുക, അങ്ങനെ വായിച്ച് നോക്കി റിവിഷൻ ചെയ്യാതെ അത് നിങ്ങൾക്ക് മടുപ്പ് തോന്നും. എനിക്കറിയാം, റിവിഷൻ പലർക്കും മടുപ്പുള്ള കാര്യമാണ്. എപ്പോഴും മൈൻഡിൽ ഇങ്ങനെ റിവിഷൻ ചെയ്യുക. ഇപ്പം നമ്മൾ മൈൻഡിൽ എന്തെങ്കിലും പണികൾക്കിടയിലായാലും മൈൻഡിൽ റിവിഷൻ ചെയ്താൽ അതങ്ങനെ നടന്നു പോയിക്കോളും. ഓക്കെ, നമ്മുടെ റിവിഷൻ അതിന്റെ വഴിക്ക് നടന്നു പോകും. നമ്മളിപ്പോൾ ആലോചിച്ചു, കെ കേളപ്പൻ എന്താണ്? കേരള ഗാന്ധിയാണ്. കെ കേളപ്പൻ എന്തിനൊക്കെ നേതൃത്വം നൽകിയത് ഞാൻ പഠിച്ചിട്ടുണ്ട്. എന്തൊക്കെയാണ്? ഉപ്പ് സത്യാഗ്രഹം, ഗുരുവായൂർ സത്യാഗ്രഹം, രണ്ടിന്റെ വർഷം ഒപ്പമാണെന്ന് ഞാൻ പഠിച്ചിട്ടുണ്ട്. 30-ലാണ് ഉപ്പ് സത്യാഗ്രഹം അല്ലെ, 30 നമ്മൾ പഠിച്ചിട്ടുണ്ട്. 31-ലാണ് ഗുരുവായൂർ സത്യാഗ്രഹം, അതും ഞാൻ പഠിച്ചിട്ടുണ്ട്. ഓക്കെ, അപ്പൊ ഇതിന് രണ്ടിനും നേതൃത്വം നൽകിയത് ആരാണ്? കെ കേളപ്പനാണ്. അപ്പൊ ഗുരുവായൂർ സത്യാഗ്രഹ കമ്മിറ്റിയുടെ പ്രസിഡന്റ് ആരാ? ഓക്കെ, മന്നത്ത് പത്മനാഭനാണ്. സെക്രട്ടറി പിന്നെ നമുക്കറിയാം കെ കേളപ്പനാണ്. അപ്പൊ വോളണ്ടിയർ ക്യാപ്റ്റനെ ഞാൻ പഠിച്ചിട്ടുണ്ട്, പക്ഷേ ഓർമ്മ കിട്ടുന്നില്ല. അങ്ങനെ എവിടെ നിങ്ങൾക്ക് ഒട്ടക്കുന്നുണ്ടോ, അതായത് എവിടെയെങ്കിലും ഒന്നിൽ കിട്ടാതാവാതിരിക്കട്ടെ, എല്ലാം കിട്ടട്ടെ. ഓക്കെ, അങ്ങനെ എവിടെയെങ്കിലും കിട്ടാതാവുമ്പോൾ അത് പോയി നോക്കാൻ നിങ്ങളെ കൊണ്ട് പറ്റണം. അത് നിങ്ങൾ മാർക്ക് ചെയ്ത് വെച്ചിട്ടുണ്ടാവണം. അപ്പൊ ഇതുപോലെ നമ്മൾ പഠിക്കുന്ന ഓരോ കാര്യങ്ങളും, പഠിച്ച കാര്യങ്ങൾ ഏതൊക്കെയെങ്കിലും ഒരു ബോധ്യം ഉണ്ടാവണം. അത് എവിടെ നോക്കിയാൽ കിട്ടും എന്നുള്ളത് നിങ്ങൾക്ക് അറിയണം. അത്രേ ഉള്ളൂ. അതൊക്കെ നിങ്ങൾ എപ്പോഴും റിവിഷൻ ചെയ്തുകൊണ്ടിരിക്കണം. ഓക്കെ, പിന്നെ ഇതിൻ്റെയൊക്കെ നോട്ട്സ് നമ്മളിനി കഴിഞ്ഞ പവർ ക്യാപ്സ്യൂളിൽ ഞാൻ നോട്ടിട്ടില്ല, അതിൻ്റെയും കൂടെ ഉൾപ്പെടുത്തി ഇനി നോട്ട്സ് എല്ലാം ഞാൻ ടെലഗ്രാമിൽ ഇടാം. അപ്പോൾ ടെലഗ്രാം ചാനൽ ജോയിൻ ചെയ്യാത്തവരാണെങ്കിൽ എത്രയും പെട്ടെന്ന് തന്നെ ജോയിൻ ചെയ്യുക. നമ്മുടെ ഡിസ്ക്രിപ്ഷൻ നോക്കിക്കഴിഞ്ഞാൽ, ഡിസ്ക്രിപ്ഷനിൽ കമന്റ് ബോക്സിലല്ല, ഡിസ്ക്രിപ്ഷനിൽ നോക്കിക്കഴിഞ്ഞാൽ നിങ്ങൾക്ക് ടെലഗ്രാം ചാനലിന്റെ ലിങ്ക് കിട്ടും. അപ്പോൾ എത്രയും പെട്ടെന്ന് ജോയിൻ ചെയ്തു. നമ്മുടെ അപ്ഡേഷൻസ് ഒക്കെ അവിടെയാണ്. നമ്മൾ എന്തെങ്കിലും കാര്യങ്ങളൊക്കെ അപ്ഡേറ്റ് ചെയ്യണമെങ്കിൽ ടെലഗ്രാമിലൂടെയാണ് ഞാൻ നിങ്ങളെ അറിയിക്കുക. അധികം ടെലഗ്രാമിലാണ് ഞാൻ പറയാറുള്ളത്. അപ്പോൾ ടെലഗ്രാമിൽ എത്രയും പെട്ടെന്ന് ജോയിൻ ആവാൻ ശ്രമിക്കുക. നമ്മുടെ ഏതെങ്കിലും കോഴ്സിൽ ജോയിൻ ചെയ്യണം. നമുക്കിപ്പോൾ 10th പ്രിലിംസിന്റെ കോഴ്സ് ഉണ്ട്, VFA കോഴ്സ് സ്റ്റാർട്ട് ചെയ്യുന്നുണ്ട്. ഇതിൽ ഏതെങ്കിലുമൊക്കെ കോഴ്സിന് നിങ്ങൾക്ക് ജോയിൻ ആവണമെന്നുണ്ടെങ്കിൽ താഴെ നമ്മൾ നമ്പർ കൊടുത്തിട്ടുണ്ട്. അല്ലാത്ത എന്തെങ്കിലും ഡൗട്ട്സ് ഉണ്ടെങ്കിലോ ഈ കാണുന്ന നമ്പറിൽ മെസ്സേജ് അയച്ച് ഡൗട്ട്സ് ക്ലിയർ ചെയ്യുക, കോഴ്സിൻ്റെ ഡീറ്റെയിൽസ് ഒക്കെ ചോദിച്ചറിയുക. അപ്പോൾ ക്ലാസ് നിങ്ങൾക്ക് ഉപകരിച്ചു എന്ന് വിശ്വസിക്കുന്നു. ക്ലാസ് നിങ്ങൾക്ക് ഉപകാരപ്പെട്ടെങ്കിൽ, നിങ്ങൾക്ക് ഇഷ്ടമായെങ്കിൽ നിങ്ങളുടെ അഭിപ്രായങ്ങൾ തീർച്ചയായും നിങ്ങൾ അറിയിക്കും എന്ന് ഞാൻ വിശ്വസിക്കുന്നു. തീർച്ചയായും ഞാൻ നിങ്ങളുടെ ഓരോ അഭിപ്രായങ്ങളും വായിക്കും. അഭിപ്രായങ്ങൾ അറിയിക്കുന്ന ഓരോരുത്തർക്കും ഒരിക്കൽ കൂടെ ഒരുപാട് നന്ദിയുണ്ട്. കുറച്ച് സമയം മാറ്റി വെച്ചിട്ടാണെങ്കിലും നിങ്ങളുടെ അഭിപ്രായങ്ങൾ നിങ്ങൾ പറയുന്നുണ്ടല്ലോ, അതായത് ക്ലാസ് ഇഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ ഇഷ്ടപ്പെടുന്നുണ്ട് എന്നും യൂസ്ഫുൾ ആണെന്നും പറയാൻ കാണിക്കുന്ന മനസ്സിന് ഒരുപാട് നന്ദിയുണ്ട്. കാരണം 90% ആൾക്കാരും അതൊന്നും പറയാറില്ല. കാരണം അവർ ക്ലാസ് കണ്ട് അവരുടെ വഴിക്ക് പോകും. അപ്പോൾ അത് പറയാൻ കാണിക്കുന്ന നിങ്ങളുടെ മനസ്സിന് തീർച്ചയായിട്ടും ഒരുപാട് നന്ദിയുണ്ട്. പിന്നെ അതുപോലെ തന്നെ ഫ്രണ്ട്സിന് ഇത് യൂസ്ഫുൾ ആവും എന്ന് നിങ്ങൾക്ക് തോന്നുകയാണെങ്കിൽ തീർച്ചയായും അയച്ചു കൊടുക്കാൻ താല്പര്യം ഉണ്ടെങ്കിൽ മാത്രം, അവർക്കും യൂസ്ഫുൾ ആവും എന്ന് നിങ്ങൾക്ക് തോന്നുന്നുണ്ടെങ്കിൽ മാത്രം അയച്ചു കൊടുക്കുക. അധികമൊന്നും പറയുന്നില്ല. മറ്റൊരു ക്ലാസ്സുമായി നമുക്ക് വീണ്ടും കാണാം. താങ്ക് യു.